All right. Matthew 16:17, Jesus told Peter, Simon Peter, flesh and blood did not reveal it to you, but my heavenly Father. മത്തായി 16:17 യേശു പത്രോസിനോട് പറഞ്ഞു, ബർയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല എൻ്റെ പിതാവ് സ്വർഗ്ഗത്തിൽ നിനക്ക് വെളിപ്പെടുത്തി We have തന്നതാണ്. been indirectly looking at the qualities of a Peter, പത്രോസിന്റെ യോഗ്യതകളെ നമ്മൾ പരോക്ഷമായി പഠിക്കാൻ of ശ്രമിച്ചു. a Peter. അല്ലെ, ഒരു പത്രോസിന്റെ യോഗ്യതകളെ പറ്റി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. Not only this Peter, son of John, but many Peters, God is looking forward to raising them up. ആമേൻ. ഈ ബർയോന യോനായുടെ മകനായ ശിമോനെ മാത്രമല്ല, അനേക പത്രോസന്മാരെ എഴുന്നേൽപ്പിക്കാൻ ദൈവം കാത്തിരിക്കുക. Hallelujah. Praise the Lord. Simon to Peter. What was the transition? ആമേൻ. ശിമോൻ പത്രോസായി തീർന്നു. ഇതിന്റെ ഇടയിൽ എന്ത് സംഭവിച്ചു? Hallelujah. How many of you know Simon means one who keeps waving in the wind? That's one understanding which I have. ആമേൻ. ശിമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിൽ ആടുന്നവൻ എന്നുള്ള, അതുപോലെ ബലഹീനൻ എന്നുള്ള ഒരു അർത്ഥമാണ് ഞാൻ How മനസ്സിലാക്കുന്നത്. can a man like Simon be called a rock? ആമേൻ. ഇങ്ങനെ ആലില പോലെ ആടുന്ന ഒരുവൻ എങ്ങനെ ഒരു പാറയായി തീരും? Is it possible? അത് സാധ്യമാണോ? With God, all things are possible. ദൈവത്താൽ സകലവും സാധ്യമാണ്. You may be thinking you are good for nothing, but that is exactly the time God says you're good for everything. ആമേൻ. എന്നെ ഒന്നിനും കൊള്ളുകയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്താണ് ദൈവം നിങ്ങളോട് പറയാൻ പോകുന്നത്, നിന്നെ എല്ലാത്തിനും കൊള്ളാം. If you are a person who has so many failures in life, you are the best candidate to carry the glory of God. ആമേൻ. ഒരുപാട് പരാജയങ്ങൾ ചെയ്ത് അനുഭവപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ദൈവത്തിന്റെ തേജസ് വഹിക്കാൻ യോഗ്യമായ ഒരു പാത്രമാണ് നിങ്ങൾ. If you are a person who thinks I'm not at all qualified, you are the best qualification to carry the gospel. ആമേൻ. എനിക്ക് ഒരു യോഗ്യതയുമില്ല സുവിശേഷം അറിയിക്കുവാൻ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ സുവിശേഷം അറിയിക്കുവാൻ ദൈവം കണ്ട ഏറ്റവും യോഗ്യമായ പാത്രമാണ് നിങ്ങൾ. If you think that you are qualified, ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ യോഗ്യരെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ still Jesus can use you. അപ്പോഴും ദൈവത്തിന് യേശുവിനെ ഉപയോഗിക്കാൻ But പറ്റും. before Jesus uses you, he takes away all your self qualifications. എന്നാൽ യേശു നിങ്ങളെ ഉപയോഗിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ സ്വയ യോഗ്യതകളെല്ലാം കർത്താവ് എടുത്ത് And he മാറ്റും. begins to fill his qualification in you. തന്റെ യോഗ്യത യേശു നിങ്ങളിൽ നിറയ്ക്കും. And this morning we are going to see a little bit of how Simon was changed into Peter. ഹല്ലേലൂയ. ശിമോൻ എങ്ങനെ പത്രോസായെന്ന് നമുക്ക് അല്പം ചിന്തിക്കാം. We have some insight from the same verse. ഈ വചനത്തിൽ തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. Hallelujah. Verse 1, ഒന്നാമത്തെ verse 16, 16 വാക്യം. Jesus asked a question to all the disciples. ആമേൻ. എല്ലാ ശിഷ്യന്മാരോടും പൊതുവായി യേശു ഒരു ചോദ്യം ചോദിച്ചു. The Bible says there, Jesus asked them in verse 13 and 14, he was asking his disciples, plural, who do people say that the Son of Man is? It was a common question. പൊതുവായ ഒരു ചോദ്യം എല്ലാ ശിഷ്യന്മാരോടും യേശു ചോദിച്ചു. ദൈവപുത്രനെ പറ്റി ജനങ്ങൾ എന്ത് പറയുന്നു? Who answered? ആരാണ് ഉത്തരം പറഞ്ഞത്? Peter answered. പത്രോസാണ് ഉത്തരം Why പറഞ്ഞത്. did Peter answer? എന്തുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്? Hallelujah. Praise the Lord. Why could not John answer? യോഹന്നാൻ എന്തുകൊണ്ടാണ് മറുപടി Why പറയാഞ്ഞത്? could not Andrew answer? അന്ത്രയോസ് എന്താ പറയാഞ്ഞത്? Do you think God has a partiality? ദൈവത്തിന് അവിടെ പക്ഷപാതമുണ്ടോ? Do you think God revealed it only to Peter? പത്രോസിന് മാത്രമേ ദൈവം വെളിപ്പെടുത്തത്തുള്ളൂ? You see, Peter was an impulsive guy. ആമേൻ. ഹല്ലേലൂയ. പത്രോസ് എപ്പോഴും ഹല്ലേലൂയ എടുത്തിയാട്ടം. ദാഹമുള്ളവനാണ്. ഹല്ലേലൂയ. എടുത്തിയാട്ടക്കാരനാണ്. How many of you know impulsive people? ഹല്ലേലൂയ. അങ്ങനെ എടുത്തിയാടുന്ന എത്ര പേരെ There അറിയാം? are so many impulsive people in the kingdom of God. ദൈവരാജ്യത്തിൽ അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. It's a wrong thing to be impulsive, by the way. അങ്ങനെ എടുത്തിയാടുന്നത് തെറ്റായ കാര്യമാണ്. Could be quiet. It can be so impulsive, it can lead into destruction. ആമേൻ. അങ്ങനെ എടുത്തിയാട്ടം നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. In Jesus' name, amen. ആമേൻ. Hallelujah. But here was a man, Peter, who was willing to quickly speak out something. എന്നാൽ പെട്ടെന്ന് സംസാരിക്കാൻ ഒരുക്കമുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നു. അതാണ് പത്രോസ്. I believe God used this man's weakness to pour out his revelation. ആമേൻ. ആമേൻ. എന്നാൽ തന്റെ ഈ ബലഹീനതയിൽ തന്റെ വെളിപ്പാട് പകരുവാൻ ദൈവം പ്രസാദിച്ചു. Hallelujah. Praise the Lord. In modern society, എന്നാൽ ഈ ആധുനിക യുഗത്തിൽ many people try to refine themselves. അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ They ശ്രമിക്കാറുണ്ട്. try to appear good before people. മറ്റുള്ളവരുടെ മുമ്പിൽ യോഗ്യന്മാരായി They always want to give a good presentation. അവരെ തങ്ങളെ പറ്റി ഒരു നല്ല പ്രതിച്ഛായ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കും. For example, ഉദാഹരണത്തിന് many of you sitting there are better speakers than I am. അല്ലല്ലേ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരും എന്നേക്കാൾ നല്ല പ്രസംഗകരാണ്. There are women translators sitting here in the congregation. അല്ലല്ല, ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുന്ന സഹോദരിമാർ ഇരിപ്പുണ്ട്. But the reason why many of them don't come forward is they have a desire that their presentation or whatever should not be looked down upon, so they are waiting for the best presentation. Peter was not looking for the best presentation. He was just willing to be himself as he was. ആമേൻ. എന്നാൽ പലരും മുന്നോട്ട് കടന്നു വരാത്ത എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഈ വിഷയം അവതരിക്കുമ്പോൾ അത് ഏറ്റവും യോഗ്യമായ രീതിയിൽ അവതരിപ്പിക്കണം. അതുകൊണ്ടാണ് പലരും മുന്നോട്ട് കടന്നു വരാറ്. Hallelujah. Amen. For example, John must have been wanting to give a best presentation.
ഉദാഹരണത്തിന് യോഹന്നാൻ നല്ലൊരു പ്രസന്റേഷൻ തരാൻ ആഗ്രഹിക്കുക. Probably Matthew was also waiting to give a good presentation. മത്തായിക്കും ഒരു അഭിപ്രായമുണ്ട് പറയാൻ. But Peter was just himself. എന്നാൽ പത്രോസ് താൻ സ്വയമായിട്ടുണ്ടെങ്കിൽ Saints, let me tell you one secret in the kingdom of God. ദൈവരാജ്യത്തിന്റെ ഒരു രഹസ്യം പറയട്ടെ. This is a very, very important secret of the kingdom of God. ദൈവരാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണ്. And this is what most people don't like to. അനേകർക്ക് ഇഷ്ടമില്ലാത്ത Are you ready to രഹസ്യമാണ്. listen to the secret? സ്തോത്രം. ആമേൻ. If you want to progress in the kingdom of God, ദൈവരാജ്യത്തിൽ പുരോഗതി വേണമെങ്കിൽ be yourself. നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. Don't try to be somebody else. It won't work. മറ്റൊരാളാകാൻ ശ്രമിക്കണ്ട. With all your foolishness, with all your folly, a heavenly Father is willing to use you. ആമേൻ. നിങ്ങളുടെ മണ്ടത്തരത്തോടും നിങ്ങളുടെ അബദ്ധങ്ങളോടും എല്ലാം ഒപ്പം കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. So if you are looking into Peter's qualification today, ഇവിടെ പത്രോസിന്റെ യോഗ്യത നമ്മൾ the first qualification that he was himself. ഹല്ലേലൂയ. പത്രോസിന്റെ ഒന്നാമത്തെ യോഗ്യത താൻ മറ്റാരെയും കോപ്പി അടിക്കുന്നില്ല, താൻ സ്വയമായി തന്നെ പോലെ തന്നെ ആയിരുന്നു. He never tried to impress Jesus with anything else. മറ്റൊന്നുകൊണ്ട് യേശുവിനെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചില്ല. You know, there are a lot of preachers today, they won't preach more than 1 or 2 messages a week. ആമേൻ. അനേക പ്രസംഗരുണ്ട്, 1-2 സന്ദേശങ്ങൾ ഒരു മാസത്തിൽ ഒരാഴ്ച പ്രസംഗം. അതിൽ You know why? എന്തുകൊണ്ടാണെന്നറിയാമോ? Because they need a lot of preparation. കാരണം അവർക്ക് ഒത്തിരി ഒരുക്കം ആവശ്യമാണ്. It is good to be prepared. You must be prepared. ഒരുക്കപ്പെടുന്നത് നല്ലതാണ്. But the preparation should be between you and God. എന്നാൽ നിങ്ങൾ ദൈവവുമായിട്ടാണ് ഒരുങ്ങേണ്ടത്. Not how to stand before people, how to stand in the right way, how to impress the crowd, how to capture the attention of the people. There are so many training in today's modern world on how to impress people. I tell you, the kingdom of God is not about impressing people. The kingdom of God is about speaking life into the people. ആമേൻ, ആമേൻ. മറ്റുള്ളവരെ എങ്ങനെ പ്രസാദിപ്പിക്കാം, എങ്ങനെ യോഗ്യമായ രീതി ചെയ്യാം എന്നുള്ളതിൽ ആളുകൾ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ രാജ്യം അങ്ങനെ മറ്റുള്ളവരെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്നുള്ളതല്ല, ദൈവത്തിന്റെ ജീവൻ എങ്ങനെ ജനത്തിലേക്ക് പകരാം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Hallelujah. Just did you get something today? മനസ്സിലാകുന്നുണ്ടോ? The first point, be yourself. ഒന്നാമത് നിങ്ങൾ തന്നെ ആയിരിക്കാം. God loves to use you as you are. നിങ്ങളെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. Hallelujah. God doesn't like artificiality. He likes originality. ആമേൻ. ദൈവത്തിന് കൃത്രിമത്വങ്ങൾ ആവശ്യമില്ല. ദൈവത്തിന് ആ സ്വയം നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു അതേ രീതി നമ്മളെ ആഗ്രഹിക്കുന്നു. He loves you as you are. നിങ്ങൾ ആയിരിക്കുന്ന പോലെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. With all your weaknesses, He loves you. നിന്റെ എല്ലാ ബലഹീനതയോടും കൂടെ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. And in that weakness, He pours out His fullness. എന്നാൽ ആ ബലഹീനതയിൽ ദൈവത്തിന്റെ നിറവ് നിങ്ങളിലേക്ക് പകരും. Hallelujah. Praise the Lord. ആമേൻ. I want to tell you something. Impressing people comes from the pits of hell. മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുക എന്നുള്ള കാര്യം നരകത്തിന്റെ സംസ്കാരമാണ്. That comes from the cinema world. അത് സിനിമാ ലോകത്തിൽ നിന്ന് വരുന്ന How to impress people. ആളുകളെ എങ്ങനെ പ്രസാദിപ്പിക്കാം, How to attract people to myself. എന്നിലേക്ക് ആളുകളെ എങ്ങനെ ആകർഷിക്കാം. How can I present a message when people will clap hands to me? എനിക്ക് കൈയടിച്ച് എന്നെ അംഗീകരിക്കുന്ന ഒരു പ്രസംഗം എങ്ങനെ പ്രസംഗിക്കാം. Such messages will go down the drain. അങ്ങനെയുള്ള സന്ദേശങ്ങൾ ചവറ്റുകൊട്ടേ പോകും. But I tell you this morning, blessed is the fool who is ready to stand in the presence of God and speak what God tells him to speak. ആമേൻ, ആമേൻ. ദൈവം തന്നോട് പറയുന്ന മണ്ടനാണ് അനുഗ്രഹിക്കപ്പെട്ടത്. Somebody understanding this? ഹല്ലേലൂയ. How many of you want to be speaking like that? എത്ര പേർക്ക് അങ്ങനെ പ്രസംഗിക്കാൻ ആഗ്രഹം? God wants to be fool. God wants speaking donkeys who are ആമേൻ, foolish. ആമേൻ. ഹല്ലേലൂയ. അതെ, സംസാരിക്കുന്ന കഴുതകളെയാണ് ദൈവം നോക്കുന്നത്. Jesus always looked for a donkey. യേശു എപ്പോഴും ഒരു കഴുതയെ നോക്കി. He never looked for a horse. ഒരിക്കലും യേശു ഒരു കുതിരയെ നോക്കിയില്ല. So here was a donkey called Peter. ഇവിടെ പത്രോസ് എന്ന് പറയുന്ന ഒരു കഴുതയെ കാണാം. At that time he was Simon. ആ സമയത്ത് അദ്ദേഹം ശീമോനാണ്. And he jumped and said, "You are Christ, the Son of the living God." ചാടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. He did not even think twice before he answered. ഉത്തരം പറയുന്നതിന് 2 തവണ ചിന്തിച്ചില്ല. Precious saints, I want to tell you today, ഞാൻ പറയട്ടെ, if God's put something in your heart, speak out. ആമേൻ. ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തയിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. Don't think about who is going to receive it or not. ആര് കേൾക്കുമെന്ന് ചിന്തിക്കരുത്. The Lord taught me this many years ago. അനേക വർഷം മുമ്പ് ദൈവം എന്നെ പഠിപ്പിച്ചതാണ്. Don't wait for claps, speak the word of God. ആമേൻ. ആളുകളുടെ അംഗീകാരത്തിന് വേണ്ടി കാത്തിരിക്കരുത്, സത്യം പറയണം. Somebody shout an amen today. ആമേൻ. ഹല്ലേലൂയ. Hallelujah. God Praise is the looking Lord. for people like that. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യം. Hallelujah. Praise the Lord. All right, let's see the second thing that we find in Peter here. പത്രോസിന്റെ ജീവിതത്തിൽ കാണുന്ന രണ്ടാമത്തെ കാര്യം, We see Peter jumping in and saying, the next thing is verse 19. രണ്ടാമത്തെ കാര്യം 19-ാം വാക്യം. Peter is receiving something. പത്രോസ് ചിലത് സ്വീകരിക്കുക. I will give you the keys of the kingdom of heaven and earth. യേശു പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. Listen, Praise the Lord. whatever you bind on earth will be bound in heaven.
നീ ഭൂമിയിൽ എന്ത് കെട്ടിയാലും അത് സ്വർഗ്ഗത്തിലും കെട്ടപ്പെടും. What a privilege. എത്ര വലിയൊരു പദവി. Hallelujah. Praise the Lord. I have some news for you. This is a revelation maybe for some of you. നമ്മളിൽ പലർക്കും ഒരു പുതിയ വെളിപ്പാടായിരിക്കാം ഇത്. Paul, according to the book of the Acts of Apostle, was a very active apostle. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വളരെ പ്രവർത്തന നിരതനായ ഒരു അപ്പോസ്തലനാണ് പത്രോസ്. Maybe you don't hear much about Peter after chapter 10. 10-ാം അധ്യായത്തിന് ശേഷം പത്രോസിനെ പറ്റി ഒരുപക്ഷെ നമ്മൾ അധികം കേൾക്കുന്നില്ലായിരിക്കാം. But did you know that even Paul had to submit sometimes to Peter? That is the way the church was structured. ആമേൻ. നിങ്ങൾക്ക് അറിയാമോ, സഭയുടെ അടിസ്ഥാനം ഈ രീതിയിലാണ് പണിയപ്പെട്ടത്. അപ്പോസ്തലനായ പൗലോസ് പോലും പത്രോസിന്റെ അധികാരത്തിന് വിധേയപ്പെട്ടിരുന്നു, കീഴ്പ്പെട്ടിരുന്നു. Hallelujah. Praise the Lord. Church, are you with me? നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? Hallelujah. Who wants authority? ആർക്കാണ് Who അധികാരം? cares for authority? അധികാരത്തെ ആര് ഗണ്യമാക്കുന്നു? I care for authority. ഞാൻ അതിനെ ഗണ്യമാക്കുന്നു. Hallelujah. Praise the Lord. In my home, എന്റെ വീട്ടിൽ, in this church, ഈ സഭയിൽ, in the area which God has given to each one of us, നമുക്ക് തന്ന സ്ഥലങ്ങളിൽ you are the decision maker. നിങ്ങളാണ് തീരുമാനമെടുക്കുന്ന വ്യക്തി. Church, I am telling you a secret today. ഞാനൊരു രഹസ്യം നിങ്ങളോട് വെളിപ്പെടുത്തുകയാണ്. In the area of your authority which God has given you, you are the decision maker. ആമേൻ. ദൈവം നിങ്ങൾക്ക് തന്ന അധികാരപരിധിയിൽ ആ സ്ഥലത്ത് നിങ്ങളാണ് തീരുമാനമെടുക്കുന്ന വ്യക്തി. If you have the keys. നിങ്ങൾക്ക് ചാവി ഉണ്ടെങ്കിൽ, Hallelujah. കീ ഉണ്ടെങ്കിൽ. Praise the Lord. ഹല്ലേലൂയ. If there is a weakness or a sickness in your home, you bind it in Jesus' name. Don't നിങ്ങളുടെ wait for the വീട്ടിൽ ഒരു pastor. ബലഹീനതയോ ഒരു രോഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ബന്ധിക്കുവാനുള്ള അധികാരമുണ്ട്. If there is a problem in your home, you bind it in Jesus' name. നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ ബന്ധിക്കുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. If there's a problem in your church, you bind it in Jesus' name. നിങ്ങളുടെ സഭയിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ ബന്ധിക്കാൻ ദൈവം നിങ്ങൾക്ക് അധികാരം At the തന്നിരിക്കുകയാണ്. same time you bind, you release the floodgates of heaven. It will happen. ഹല്ലേലൂയ. നിങ്ങൾ ബന്ധിച്ചിട്ട് സ്വർഗ്ഗരാജ്യത്തിന്റെ കവാടം തുറക്കണം, അത് സംഭവിക്കും. Hallelujah. Amen. What authority did Simon have? പത്രോസ് ശീമോന്റെ അധികാരം എന്താണ്? What authority did he have? ശീമോൻ എന്തെങ്കിലും അധികാരം He was laboring throughout the night. രാത്രി മുഴുവൻ അധ്വാനിച്ചു. Not a single fish got into the boat. ഒരു മീൻ പോലും വലയിൽ കയറിയില്ല. The same man has been walking with Jesus for 2.5 years now. ഇപ്പോൾ ഈ മനുഷ്യൻ യേശുവിനോട് 2.5 വർഷമായി നടക്കുക. An authority is given to him. തന്റെ മേൽ ഒരു അധികാരം പകർന്നു. Simon, son of Jonah, the authority of heaven is being given to you. The keys of heaven are being given to you. ഓ ശീമോന്റെ മകനായ ഹല്ലേലൂയ, യോഹന്നാന്റെ മകനായ ശീമോനെ, നിന്റെ മേൽ സ്വർഗ്ഗത്തിന്റെ ഒരു അധികാരം പകരുക. Somebody shout an amen. ആമേൻ. ഹല്ലേലൂയ. If one person shouts an amen, that is enough. ഒരാൾ ആമേൻ പറഞ്ഞാലും മതി. This message will go on in ഈ Jesus' name. സന്ദേശം മുന്നോട്ട് പോകും. Hallelujah. Amen. Hallelujah. Hallelujah. Praise the Lord. Praise the Simon, Lord. son of Jonah, you were just an ordinary fisherman, a fruitless fisherman. But today I am giving you the gates and Hallelujah. giving you the keys of heaven and hell. ആമേൻ. യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് പ്രയോജനമില്ലാത്തൊരു മീൻപിടുത്തക്കാരനാണ് നീ. എന്നാൽ നിന്നെ ഇന്ന് സ്വർഗ്ഗരാജ്യത്തിന്റെ ഒരു അധികാരമുള്ളവനാക്കി ദൈവം. In the name of Jesus, you are the decision-making authority of your family. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം നിനക്ക് തരിക. Maybe in the past you were not able to do that. കഴിഞ്ഞ കാലം നിനക്ക് അതിന് കഴിഞ്ഞില്ല. But 2 weeks ago you were called rocks by the Holy Ghost. എന്നാൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് നിന്നെ പാറയെന്ന് വിളിച്ചു. Jesus does not call anybody just like that. യേശു ഒരാളെ ചുമ്മാ അങ്ങനെ പാറയെന്ന് വിളിക്കത്തില്ല. Jesus is seeing fruit in this church. ഈ സഭയിൽ ദൈവം അതിന്റെ ഫലം കാണുന്നു. Jesus is seeing commitment in your life. നിങ്ങളുടെ ജീവിതത്തിൽ സമർപ്പണം ദൈവം കാണുന്നു. You know, when Jesus hands over some things, it has a meaning. യേശു ഒരു കാര്യം നമുക്ക് കൈമാറുമ്പോൾ There were 12 disciples. 12 അപ്പോസ്തലന്മാരുണ്ട്. But when Jesus went up to the Mount of Transfiguration, എന്നാൽ മറുരൂപമലയിൽ യേശു കയറിപ്പോയപ്പോൾ what happened? എന്ത് സംഭവിച്ചു? He took only 3 people. 3 പേരെ യേശു There കൊണ്ടുപോയിരുന്നു. are many churches in every nation. എല്ലാ ദേശങ്ങളിലും ഒരുപാട് But സഭകളുണ്ട്. there are some churches which are very close to Jesus. എന്നാൽ ചില സഭകൾ മാത്രമേ കർത്താവിനോട് പറ്റി You go നിൽക്കുന്നുള്ളൂ. to India, ഇന്ത്യയിൽ പോകോ, go to Africa, ആഫ്രിക്കയിൽ പോയോ, go to all the nations of the world. ലോകത്തിൽ എവിടെ There പോയാലും are millions of churches in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അനേക സഭകളുണ്ട്. But there are some churches that have authority. എന്നാൽ ഉള്ള ചില സഭകൾക്ക് മാത്രമേ How many അധികാരമുള്ളൂ. Peters are listening to me today? എത്ര പത്രോസുമാർ എന്നെ കേൾക്കുന്നു? You have been given keys. നിങ്ങൾക്ക് താക്കോൽ നൽകപ്പെട്ടിരിക്കുകയാണ്. Hallelujah. Amen. Just because you had a revelation of God. കാരണം ദൈവത്തെ പറ്റിയൊരു വെളിപ്പാട് When നിങ്ങൾക്കുണ്ട്. you bind, it will be bound. നിങ്ങൾ കെട്ടുമ്പോൾ കെട്ടപ്പെടും. When you release and loose, it shall be released and loosed. നിങ്ങൾ അഴിക്കുമ്പോൾ അഴിയപ്പെടും. Somebody shout an amen. ഹല്ലേലൂയ. At least one person say an amen. ഒരേ വ്യക്തിയെങ്കിലും ആമീൻ പറയുക. Hallelujah. ഹല്ലേലൂയ. When you walk closer to God, you can be the makers of your own destiny. ഹല്ലേലൂയ. കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ നിങ്ങളുടെ ഭാവിയെ പറ്റി നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് അധികാരമുണ്ടായിരിക്കും. Hallelujah. ആമേൻ. When you're a little child, നിങ്ങൾ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ you have to dictate terms to him. ഹല്ലേലൂയ, നമ്മൾ പല കാര്യങ്ങൾ You കുഞ്ഞുങ്ങളോട് have to പറയും. make him obey. ഹല്ലേലൂയ, അവനെ അനുസരിപ്പിക്കും. And he's dependent on his dad. പിതാവിനെ ആശ്രയിച്ചിരിക്കുക. But when he grows up, എന്നാൽ വളരുമ്പോൾ he doesn't depend on his dad as a parasite. ഹല്ലേലൂയ, സ്തോത്രം, ഒരു പാരസൈറ്റ് പോലെ അപ്പന്റെ മേൽ ആശ്രയിക്കത്തില്ല. No, his dad, he's strong enough, his dad can depend on him.
ഹല്ലേലൂയ. വളരുമ്പോൾ താൻ ശക്തനാണ്. അപ്പൻ ഇപ്പൊ മോനെ ആശ്രയിക്കും. Imagine at the age of 40, if he still wants his mummy to help him in something, what do you call him? 40 വയസ്സാകുമ്പോഴും ഒരു കാര്യത്തിന് അമ്മയുടെ സഹായം ആവശ്യമുണ്ട്. നമ്മൾ എന്താ കുഞ്ഞിനെ But at the വിളിക്കുന്നത്? age of 40, if he says, Daddy, mummy, I have decided to do such and such a thing, bless me, what do you call that son? 40-ാമത്തെ വയസ്സിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പപ്പ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് നമ്മളെ പറ്റി At പ്രതീക്ഷിക്കും? the age of 40, he has a certain kind of authority and responsibility. 40 വയസ്സാകുമ്പോൾ ഈ കുഞ്ഞിന് പ്രത്യേക ഉത്തരവാദിത്വം അധികാരമുണ്ട്. Peter, the man, was walking with Jesus for 2.5 years. ഹല്ലേലൂയ. യേശു കർത്താവിനോടൊപ്പം പത്രോസ് 3.5 വർഷം നടക്കുക. And now he was so mature in Christ. ഇപ്പോൾ യേശു കർത്താവിൽ പത്രോസ് വളരെ Thank പക്വതയുള്ളവനായി. you, brother. He was not perfect, ഹല്ലേലൂയ. പത്രോസ് പരിപൂർണനല്ല, but he had some authority. എന്നാൽ ചില അധികാരമുണ്ട്. Let me ask you something. ഞാൻ ചോദിക്കട്ടെ, Those of you who have been coming to the church in the last 2.5 years, കഴിഞ്ഞ 2.5 വർഷമായി സഭയിൽ what വരുന്നവരെ is the authority that you have experienced in your life? നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച അധികാരം എന്താ? Those who have been of you who have been calling yourself Pentecostal Christians, പെന്തക്കോസ്ത് ക്രിസ്ത്യാനികൾ തങ്ങളെ തന്നെ വിളിക്കുന്നവരെ what is the kind of authority you now have? നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് അധികാരമുണ്ട്? Hallelujah. Amen. Church, do you understand what I'm trying to say? സഭയെ ഞാൻ പറഞ്ഞ മനസ്സിലായോ? Hallelujah. Hallelujah. You are the decision making authority of your own life, നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനം എടുക്കാനുള്ള വ്യക്തി നിങ്ങളാണ്. because the keys have been given to you. കാരണം താക്കോൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. Let me explain it to you. ഞാൻ പറയട്ടെ, If you bind, it is bound. നിങ്ങൾ കെട്ടിയാ കെട്ടിക്കഴിഞ്ഞു. Yes. ആമേൻ. The problem is, പ്രശ്നം ഇതാണ്. you go and see, is it really bound? ഹല്ലേലൂയ. കെട്ടിയോ നിങ്ങൾ പോയി നോക്കുന്നുണ്ടോ? Hallelujah. You know, it's like this. Supposing I close this door. ചിന്തിക്കുക, ഞാൻ ഈ ഡോർ അടച്ചു. It is closed. അത് അടച്ചതാ. But those who don't believe, is it really closed? ആമേൻ ആമേൻ. എന്നാൽ അടഞ്ഞോന്ന് സംശയമുള്ളവർ വീണ്ടും വീണ്ടും പോയി തള്ളി നോക്കും. That's the problem. ഹല്ലേലൂയ. അതാണ് When you പ്രശ്നം. say a word in the name of Jesus, it is yes and amen. ആമേൻ. യേശുവിന്റെ നാമം, നിങ്ങളുടെ നാമം ഒരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞതാ. The name of Jesus, when you ask the demon to go, it goes. ആമേൻ. നിങ്ങൾ സംശയിക്കാതെ പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞു. The problem is you go back after the demon ആമേൻ. സംശയത്താൽ നമ്മൾ പിന്നെയും പുറകെ and പോവാം. say, demon, did you really go? പിശാചേ, നീ പോയോ? I can't believe myself. എന്നെ തന്നെ എനിക്ക് വിശ്വസിക്കാൻ I പറ്റുന്നില്ല. can't believe the name of Jesus did this. എനിക്ക് യേശു ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. The demon says, oh, you don't believe. Okay, I'll come back. പിശാച് പറയും, നിനക്ക് വിശ്വാസമില്ല, ഞാൻ Hallelujah. ഹല്ലേലൂയ. When you say it is gone, it is gone. ആമേൻ. പോയി എന്ന് നിങ്ങൾ പറയുമ്പോൾ പോയി കഴിഞ്ഞു. You know the devil is scared of you, people of God. നിങ്ങൾക്ക് അറിയാമോ, പിശാച് നിങ്ങളെ The പേടിച്ചിരിക്കുക. devil is scared of you because of the blood of Jesus. യേശുവിന്റെ രക്തം മുഖാന്തരം അവൻ നിങ്ങളെ പേടിച്ചിരിക്കുക. The devil is scared of you because of the name of Jesus. യേശുവിന്റെ നാമം നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങളെ പേടിച്ചിരിക്കുക. Hallelujah. 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 Praise the Lord. Hallelujah. Amen. In the name of Jesus, bind the works of the devil. ഓ, യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ പ്രവൃത്തികളെ ബന്ധിക്കുക. Hallelujah. Amen. Hallelujah. ഹല്ലേലൂയ. Hallelujah. Believe this. നിങ്ങൾ വിശ്വസിക്കുക. The devil was scared of Peter. ഹല്ലേലൂയ. പത്രോസിനെ പിശാച് പേടിച്ചിരിക്കുക. God, the devil saw that Peter was going to be a mighty man of God. ഹല്ലേലൂയ. പിശാച് കണ്ടു പത്രോസ് ഒരു ശക്തനായ ദേവദാസനാൻ പോവാ. What did the devil do? പിശാച് എന്ത് He ചെയ്യും? tried to bring a wedge between Jesus and Peter. ഹല്ലേലൂയ. പത്രോസിനും യേശുവിനും ഇടയ്ക്ക് ഒരു ഇടർച്ച കൊണ്ടുവരാൻ ശ്രമിക്കുക. Hallelujah. Hallelujah. Who won? ആരാ ജയിച്ചേ? Hallelujah. ഹല്ലേലൂയ. Jesus won. യേശു ജയിച്ചു. Are you understanding this, people of God? മനസ്സിലാകുന്നുണ്ടോ? Many times in your Christian life, your walk with God is like a up and down situation. പലപ്പോഴും നമ്മൾ കർത്താവുമായുള്ള യാത്ര കയറ്റവും ഇറക്കവും പോലെ തോന്നും. You want to be so strong with Jesus, നമുക്ക് വളരെ ശക്തമായിട്ട് but the യേശുവിനെ devil നിൽക്കണം. comes in between. എന്നാൽ പിശാച് ഇടയ്ക്ക് വരും. He brings a thought, അവന് ചില ചിന്തകൾ he കൊണ്ടുവരും, brings a doubt, സംശയം കൊണ്ടുവരും. and then you listen to all those doubts and thoughts. നമ്മൾ ഈ ചിന്തകളും സംശയങ്ങളും ശ്രദ്ധിക്കും. Many Christians ask God, why God, why? അനേക ക്രിസ്ത്യാനികൾ ചോദിക്കും, കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്? You know, God says, what are you talking about? Why? എന്തുകൊണ്ടാണ് നീ You ask the devil why. എന്തുകൊണ്ടാണ് പിശാചിനോട് Why are ചോദിക്കുന്നത്? you sitting in my home? Get out. എന്റെ വീട്ടിൽ നീ എന്തിനാണ് പിശാചിരിക്കുന്നത്? Why are you sitting on my finances? Get out. എന്റെ സാമ്പത്തിക നീ എന്തിനാണ് ഇരിക്കുന്നത്? What പോടാ. are you doing in my church? Get out. എന്റെ സഭയിൽ നിനക്ക് എന്താ കാര്യം? Hallelujah. ആമേൻ. Instead of telling the devil, we tell God, why God, why? ഹല്ലേലൂയ. പിശാചിനോട് കൽപ്പിക്കുന്നതിന് പകരം ദൈവമേ എന്താ ചോദിച്ചോണ്ടിരിക്കും. Are you understanding this, people of God? മനസ്സിലാകുന്നുണ്ടോ? A mighty man of God once told me like, I heard his message, I was translating for him. ഒരു ദേവദാസൻ, ശക്തനായ ദേവദാസൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു. ശുശ്രൂഷ He ട്രാൻസ്ലേറ്റ് said, many people go and tell God what the devil told them. ആമേൻ. അനേകര് പോയി പിശാച് തങ്ങളോട് പറഞ്ഞ ദൈവത്തോട് പറയും. God, the devil says he's going to pinch me. The devil says he's going to kill me. God, the devil says he's going to kill my children. God says, don't come and tell me what the devil told me. You go and tell the devil what I told you to speak. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, പിശാച് എന്നെ അടിക്കുമെന്ന് പറയുന്നു, ഉപദ്രവിക്കുമെന്ന് പറയുന്നു, കുഞ്ഞുങ്ങളെ നശിപ്പിക്കുമെന്ന് പറയുന്നു. കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, പിശാച് പറഞ്ഞത് എന്നോട് വന്ന് പറയണ്ട. ഹല്ലേലൂയ, ഞാൻ എന്ത് പറഞ്ഞു നീ അവനോട് എന്ന് പറ. What if the devil comes and tells you something about your children? നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി പിശാച് നമ്മുടെ ഒരു കാര്യം എന്ന് You പറഞ്ഞു know what I tell the devil? ഞാൻ അന്ന് എന്ത് പറയും? I tell him Isaiah 54:13, get out. ഹല്ലേലൂയ.
ഹല്ലേലൂയ. യെശയ്യാ 54:13 പറയും പോടാ പിശാച് എന്ന് പറയും. Hallelujah. What does Amen. Isaiah 54:13 says? അവിടെ എന്താണ് പറയുന്നത്? All my children shall be taught by the Lord. ആമേൻ. എൻ്റെ മക്കളെല്ലാം യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരാകും. The devil cannot go beyond the word of God. ദൈവവചനത്തിന് അപ്പുറം മറികടക്കാൻ Are you understanding your authority in the name of Jesus? യേശുവിന്റെ നാമത്തിൽ അധികാരം മനസ്സിലാകുമോ? The devil may show so many things about your children, so many things about your job, so many things about your situation. Tell the devil the word of God says like this. ആമേൻ ആമേൻ ആമേൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറ്റി സാഹചര്യങ്ങളെ പറ്റി അനേക കാര്യങ്ങൾ പിശാച് പറഞ്ഞേക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനം അതിനെപ്പറ്റി എന്ത് പറയുന്നു പറയുക. Hallelujah. Amen. That is authority released in Jesus' name. അതാണ് യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന അധികാരം. Are you with me, people of God, this morning? ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? Simon was being transferred into Peter. ഹല്ലേലൂയ. ശീമോൻ പത്രോസായി രൂപാന്തരപ്പെട്ടു. What is the first thing that we heard? ആദ്യം കേട്ടത് എന്താണ്? Peter was himself. താൻ സ്വയമായിട്ട് Peter was himself. താനായിരുന്നു. Hallelujah. Amen. The second thing that we hear, രണ്ടാമത് എന്താ കേട്ടത്? Peter was submissive to the word of God. പത്രോസ് ദൈവവചനത്തിന് കീഴ്പ്പെട്ടു. This character of Peter started from the day of his conversion. തന്റെ രൂപാന്തരത്തിന്റെ ഒന്നാം ദിവസം മുതൽ ഉണ്ടായതായ If you look into Luke 5 with me. ലൂക്കോസ് 5-ാം അധ്യായം നോക്കിയാൽ. Hallelujah. Let's go there. നമുക്കത് നോക്കാം. Luke chapter 5 ലൂക്കോസ് 5-ാം അധ്യായം and verse 1. അതിന്റെ ഒന്നാം വാക്യം. You see Jesus coming into the Sea of Galilee. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു ഗലീല കടൽക്കരയ്ക്ക് വരുന്നു. And we know what happened after that. അവിടെ നടക്കുന്ന കാര്യം നമുക്കറിയാം. Peter had keep going up on it. Peter had been fishing the whole night. രാത്രി മുഴുവൻ പത്രോസ് മീൻ പിടിച്ചു. And then after that, അതിന്റെ ശേഷം Jesus came to him. യേശു തന്റെ അടുക്കൽ വന്നു. The word of God was finished. ദൈവത്തിന്റെ വചനം പറഞ്ഞു കഴിഞ്ഞു. And then he said, Peter, why don't you go and put that thing again? Want to go up? അതിനുശേഷം യേശു പറഞ്ഞു, പത്രോസേ നമുക്ക് പോയി അകത്തേക്ക് മീൻപിടുത്തത്തിന് കടലിനകത്തേക്ക് ഇറങ്ങാം. This is what I love about Peter. ഇതാ പത്രോസിനെ പറ്റി എനിക്ക് സ്നേഹമുള്ള കാര്യം. A transformation was taking place. തന്റെ ജീവിതത്തിൽ രൂപാന്തരം നടക്കുക. Jesus, I have toiled the whole night. യേശുവേ ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു. Verse 5. I have toiled the whole night. യേശു ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു. And I found nothing. ഞാൻ ഒന്നും പിടിച്ചില്ല. Hallelujah. ഹല്ലേലൂയ. But എങ്കിലും I love this about Peter. ഈ വാക്ക് പത്രോസിനെ പറ്റി എനിക്ക് ഇഷ്ടമുള്ള വാക്കാണ്. Nevertheless, എങ്കിലും at your word, നിന്റെ വാക്കിന്, because your word makes a big difference. കാരണം നിന്റെ വാക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസം. You have been sitting in my boat. അങ്ങ് എൻ്റെ ബോട്ടിലിരുന്നു. And I've been listening to what you were saying. അങ്ങ് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. There is power there. അങ്ങയുടെ വാക്കുകൾക്ക് ശബ്ദമുണ്ട്. There is authority there. അങ്ങയുടെ വാക്കിൽ അധികാരമുണ്ട്. There is love there. ആ വാക്കിൽ സ്നേഹമുണ്ട്. There is peace there. അവിടെ സമാധാനമുണ്ട്. Something about your word. നിന്റെ വാക്കിൽ പ്രത്യേകതയുണ്ട് കർത്താവേ. My experience is not as great as your word is. അങ്ങയുടെ വചനത്തോളം ശ്രേഷ്ഠത എൻ്റെ അനുഭവത്തിൽ ഇല്ല. How old do you think Peter was? പത്രോസ് എത്ര വയസ്സ് കാണും? Between 28 to 30, somewhere along that age. 28-30 ആ വയസ്സിൽ ഇടയ്ക്കായിരിക്കാം. He must have started fishing at the age of 14 or 15. ഒരുപക്ഷേ 14-15 വയസ്സിൽ മീൻപിടുത്തം തുടങ്ങിയതായിരിക്കാം. Here is a man who is listening to Jesus. യേശുവിനെ താൻ ശ്രദ്ധിച്ചു. He said, nevertheless, at your word. എങ്കിലും നിന്റെ വാക്കിന്. Saints, if the word of God does not make a difference in your life, you have to come into that discipline. ആമേൻ. ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് സ്വാധീനിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരണം. If you are, now I'm going to tell you something which is very important. I hope you'll take it in the right way. ശരിയായ രീതിയിൽ നിങ്ങൾ എടുക്കുമെന്ന് വിശ്വാസത്തോടെ പറയുക. If you are not able to study the word of God regularly, there is a demonic influence on you. ആമേൻ. സ്ഥിരമായി ദൈവത്തിന്റെ വചനം പഠിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ സാത്താന്യ സ്വാധീനം നമ്മുടെ മേൽ ഉണ്ടാകാം. Are you angry with me? ഹല്ലേലൂയ. എന്നോട് കോപിക്കരുത്. Please. സ്തോത്രം. Our job as a church is to make sure whoever listens to the word of God will be ultimately with the Lord Jesus Christ one day. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ ദൈവവചനം പഠിപ്പിക്കുന്ന ഉദ്ദേശം ദൈവവചനം പഠിക്കുന്നവർ കർത്താവിനോട് നിത്യമായിട്ട് ആകണമെന്നുള്ള ആഗ്രഹത്തോട്. Are you with me? ഹല്ലേലൂയ. How many people want to go to heaven? എത്ര പേർക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട്? I want to go to heaven. എനിക്ക് പോകണം. And the word of God can take you to heaven. ദൈവത്തിന്റെ വചനം മാത്രം നമ്മളെ കൊണ്ടുപോകത്തുള്ളൂ. Our souls will be purified by the word of God. നമ്മുടെ ദേഹി ദൈവവചനത്താൽ We ശുദ്ധീകരിക്കപ്പെടുക. must meditate on the word of God. ദൈവവചനം നമ്മൾ ധ്യാനിക്കണം. You have time to watch a movie, ഹല്ലേലൂയ. സിനിമ കാണാൻ നമുക്ക് സമയമുണ്ട്. but we don't have time to meditate the word of God. എന്നാൽ ദൈവവചനം വായിക്കാൻ നമുക്ക് സമയമില്ല. Why? എന്തുകൊണ്ടാണ്? It's not your problem. നിങ്ങളുടെ പ്രശ്നമല്ല. The one thing entertains you. ഒരു കാര്യം നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് തരുന്നുണ്ട്. It gives entertainment to your eyes. നിങ്ങളുടെ കണ്ണിന് അത് ഇമ്പം തരുന്നുണ്ട്. It gives entertainment to your ears. നിങ്ങളുടെ ചെവിക്ക് ഇമ്പം തരുന്നുണ്ട്. But the word of God gives entertainment to the spirit. എന്നാൽ ദൈവവചനം നമുക്ക് നമ്മളെ പുഷ്ടിപ്പെടുത്തുന്ന നമ്മുടെ ആത്മാവിനെയാണ്. You start reading the word of God. ദൈവവചനം വായിക്കാൻ തുടങ്ങുക.
Be a disciple of the word of God. ദൈവവചനത്തിന്റെ ഒരു ശിഷ്യനാകുക. Jesus was a disciple of the word of God. യേശു കർത്താവ് ദൈവവചനത്തിന്റെ He ശിഷ്യനായിരുന്നു. was the word of God. താൻ ദൈവവചനമായിരുന്നു. He was word that came into the flesh. ജഡത്തിൽ വന്ന വചനമാണ് But യേശു. have you seen every battle he overcame with the word of God? നമുക്കറിയാം ഓരോ യുദ്ധങ്ങളും യേശു ജയിച്ച ദൈവവചനത്താലാ. If you study the temptations of Jesus, യേശുവിന്റെ പ്രലോഭനങ്ങൾ പഠിച്ചാൽ you will understand that Jesus did not overcome because he was the Son of God. He overcame because of the word of God. ആമേൻ. താൻ ദൈവപുത്രനായതുകൊണ്ടല്ല പിശാചിനെ ജയിച്ചത്, ദൈവത്തിന്റെ വചനത്താലാണ്. The devil came and asked him, ഹല്ലേലൂയ. പിശാച് യേശുവിനോട് ചോദിച്ചു, if you are the Son of God. നീ ദൈവപുത്രനെങ്കിൽ. Jesus did not say, I am the Son of God, what can you do? Jesus did not say that. ഞാൻ ദൈവപുത്രൻ, നിനക്ക് എന്ത് ചെയ്യാമെന്ന് യേശു അവനെ വെല്ലുവിളിച്ചില്ല. Jesus said, the Bible says, the word says like this. ഓ, ദൈവവചനം ഇങ്ങനെ പറയുന്നു. Jesus said, it is written. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. Not your identity in Christ, but the word of God will see you through. I want you to understand this very clearly. ആമേൻ. ക്രിസ്തുയേശുവിലുള്ള നമ്മുടെ ഐഡന്റിറ്റി അല്ല, ദൈവവചനമാണ് നമ്മളെ ജയം തരുന്നത്. Hallelujah. സ്തോത്രം. Are you with me, people of God? I'm മനസ്സിലാവുന്നുണ്ടോ? going to give you a quick example. ഒരു നല്ല ഉദാഹരണം പെട്ടെന്ന് My തരാം. precious daughters, ഹല്ലേലൂയ. എന്റെ സ്നേഹമുള്ള കുഞ്ഞുങ്ങൾ they are my daughters. എന്റെ കുഞ്ഞുങ്ങളാണ്. They are at home. ഒരു വീട്ടിലാണ്. Somebody knocks at the door. വേറെ ആരെങ്കിലും വീട്ടിൽ മുട്ടിയാൽ They say, Daddy said not to open the door. ഹല്ലേലൂയ. അവർ പറയും, പപ്പ പറഞ്ഞു കഥ തുറക്കരുതെന്ന്. But it could be their closest friends. ഒരുപക്ഷെ അവരുടെ അടുത്ത സുഹൃത്തായിരിക്കാം. But they don't allow their personality or the fact that they are my daughters to allow their closest friend to their house. They said, Daddy said no, we have to say no. Daddy's word has such power. Are you understanding this? ആമേൻ, ആമേൻ. അവരുടെ വ്യക്തിപരമായ താല്പര്യം നിമിത്തം അവർ കഥ തുറക്കത്തില്ല. അവർ പറയും, പപ്പ പറഞ്ഞിട്ടുണ്ട് കഥ തുറക്കത്തില്ല. അതുകൊണ്ട് ആ അധികാരത്തിന് അവർ കീഴ്പ്പെടും. I want all the children to listen to me. Something I want to tell you. This is for the children. എല്ലാ കുഞ്ഞുങ്ങളും ദയവായി ഇത് ശ്രദ്ധിക്കണം. Makale, till the day you are able to stand on your own feet, you are accountable to your parents. Never forget that. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ സ്വയം സ്വന്തമായിട്ട് നിൽക്കാൻ പ്രാപ്തി ഉണ്ടാകുന്നവരെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണം. നിങ്ങൾ അവർക്ക് വിധേയപ്പെട്ടിരിക്കണം. ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. You must have the Yes, I want all the sons of the house and the daughters of the house and everybody to know, as long as your parents are alive, you owe them a sense of accountability. Wherever in the world you go or you may go. ആമേൻ. നിങ്ങൾ ലോകത്തിൽ എവിടെ പോയാലും അവരോട് വിധേയപ്പെട്ടിരിക്കണം. അവർക്ക് അവരുടെ ഉത്തരവാദിത്തത്തിന് കീഴ്പ്പെട്ടിരിക്കണം. Before at least 12 o'clock in the night, give them a call and say, Daddy, I'm not able to make it today, or Daddy, I am around in town. Just keep in touch with your parents. It is a big blessing for you in the next generation also. ആമേൻ. രാത്രി 12 മണിക്കാണെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് എൻ്റെ സാഹചര്യം ഇതാണ്, ഞാൻ ഇന്നിടത്താണ് എന്ന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവരെ അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കും. I can tell you one thing. ഒരു കാര്യം പറയാം. A fellow who has no accountability, a woman who has no accountability will never make it, not only in the kingdom of God, but also in this world. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഒരു മനുഷ്യനാകട്ടെ ഒരു സ്ത്രീ ആകട്ടെ ഉത്തരവാദിത്തമില്ലാത്ത ഒരു വ്യക്തി ഈ ലോകത്തിലും ദൈവരാജ്യത്തിലും അവൻ ഒന്നും ആകാൻ പറ്റത്തില്ല. Somebody, at least one person. Do you agree? ആമേൻ. ഹല്ലേലൂയ. I know all our sons are like that. I thank God for them. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെയുള്ളവരായാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. Today communication is easier. ഇപ്പോൾ സംഭാഷണം വളരെ എളുപ്പമാണ്. One word, Daddy, Mommy, I may be a bit late. Don't wait for me for supper. Or Daddy, I'm working right now. Or Mommy, I'm not be able to make it today. That's all fine. Accountability is very important. Amen, amen. Jesus of Nazareth was very accountable to his father till the last minute of his life. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഒരു വാക്കിൽ നമുക്ക് നമ്മുടെ സാഹചര്യം അവരെ അറിയിച്ച് ആ ഉത്തരവാദിത്തം നമ്മൾ വിധേയപ്പെടണം. കർത്താവായ യേശുക്രിസ്തു തന്റെ മാതാപിതാക്കൾക്ക് ഉത്തരവാദപ്പെട്ട കീഴ്പ്പെട്ടിരുന്നു. Hallelujah. We expect accountability in this church also. ഈ സഭയിൽ നമ്മൾ ഉത്തരവാദിത്തം പ്രതീക്ഷിക്കുന്നു. I want you to know this church is not a club. ഞാൻ പറയട്ടെ, ഇതൊരു ക്ലബ്ബല്ല. This club, in a club you can pay your fees and you can go and come when you want. ഹല്ലേലൂയ. ക്ലബ്ബിൽ ഫീസ് കൊടുത്താൽ മതി, ഇഷ്ടമുള്ളപ്പോൾ പോകുകയും വരികയും ചെയ്യാം. But you need to be accountable to somebody. എന്നാൽ ഒരു വ്യക്തിക്ക് നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണം. Are you with me, people of God? ഹല്ലേലൂയ. Accountability has a lot of blessings in it. ആമേൻ. വിധേയപ്പെട്ടിരിക്കുന്നത് നിമിത്തം വളരെ അനുഗ്രഹങ്ങളുണ്ട്. Are you with me, people of God? മനസ്സിലാവുന്നുണ്ടോ? Those who came for the Ben Salem prayer meeting yesterday, how many of you came yesterday? ഇതിൽ എത്ര പേര് ബെൻസലം പ്രയർ മീറ്റിംഗ് വന്നു? Brother, were you blessed by that topic of accountability? ഹല്ലേലൂയ. You are in the, I want the whole church to know, this man is in the IT field. ആമേൻ. നിങ്ങൾ Probably he is more educated than I am. He is. Ask him if that message helped him. Nibu, did it not for advertisement? Do you believe that a man should be accountable or not? ആമേൻ. ഇന്നലത്തെ മെസ്സേജ് അല്ലെങ്കിൽ ഈ സഹോദരൻ അനുഗ്രഹമായി ഇതിനായി സ്തോത്രം ചെയ്യുകയാണ്. അദ്ദേഹം IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവനാണ്, എന്നെക്കാട്ടിൽ വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്. എന്നാൽ ഇന്നലെ വിധേയപ്പെടുന്നതിനെ പറ്റി പറഞ്ഞ I can tell you one thing. അനുഗ്രഹമായിരുന്നു. If you want to be blessed and you want to grow in the kingdom of God, you need to learn to be accountable. ആമേൻ. നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവരാജ്യത്തിൽ വളരണമെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്വ ബോധമുള്ളവരാകണം. I will go back to the word. Let me tell you one thing. Listen.
ഒരു കാര്യം പറയട്ടെ, An accountable person is always trustworthy. ആമേൻ ആമേൻ. ഉത്തരവാദിത്വമുള്ളവനെ എപ്പോഴും വിശ്വസിക്കാൻ പറ്റും. God will hand over the keys of the kingdom only to responsible people. ഉത്തരവാദിത്വമുള്ളവന് മാത്രമേ ദൈവത്തിന്റെ അധികാരത്തിന്റെ താക്കോൽ കൊടുക്കൂ. Not to every Tom, Dick and Harry. എല്ലാവർക്കും കൊടുക്കത്തില്ല. You can be sure about it. നിങ്ങൾക്ക് അത് ഉറപ്പാക്കാം. I want everybody in the church to grow up to be responsible citizens of the kingdom. ദൈവരാജ്യത്തിലെ അല്ല ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി ഈ സഭയിൽ ഓരോ വ്യക്തികളും വളരണം ഞാൻ ആഗ്രഹിക്കുന്നു. Peter, when he said yes Lord at your word, he was being accountable to the word of God. His life was being accountable. കർത്താവേ നിന്റെ വാക്കിന് ഞാൻ വലയുറക്കാമെന്ന് പത്രോസ് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം തന്റെ ഉത്തരവാദിത്വം പത്രോസ് പ്രദർശിപ്പിച്ചു. You know what Peter did? പത്രോസ് എന്താ ചെയ്തേ? After Jesus touched him, യേശു തന്നെ തൊട്ട ശേഷം he handed over the boat to somebody. ഹല്ലേലൂയ തന്റെ ബോട്ട് വേറൊരാൾക്ക് കൊടുത്തു. Shall I tell you about a man called David? ദാവീദിനെ പറ്റി How പറയട്ടെ. many of you want your children to be like David, a man after God's own heart? Amen. How many of you want to become like David? ആമേൻ. എത്ര പേർക്ക് ദാവീദിനെ പോലെ ആകണം? Shall I tell you something from the life of David? ദാവീദിന്റെ ജീവിതത്തിൽ ഒരു കാര്യം പറയട്ടെ. When David was lifted up and elevated into the king's palace, David handed over the daddy's sheep to somebody else, making sure that his daddy's sheep would be taken care of. Amen. Amen, amen. That is accountability. ആമേൻ. താൻ പാലിച്ചുകൊണ്ടിരുന്ന ആട്ടിൻകൂട്ടത്തെ അത് വേറൊരാളുടെ കാര്യവിചാരത്തിൽ ആക്കിയിട്ടാണ് ഹല്ലേലൂയ ദാവീദ് കൊട്ടാരത്തിലേക്ക് പോയത്. If you want to be lifted up by God, you need to learn to be accountable. I have no apology in speaking this word. ആമേൻ ആമേൻ. ദൈവം നിങ്ങളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്വമുള്ളവരാകണം. അല്ലാതെ ദൈവം നിങ്ങളെ ഹല്ലേലൂയ ഉയർത്തത്തില്ല. ഇത് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. Praise the Lord. സ്തോത്രം. Pray that our children, our sons and the generation will come will be accountable. ആമേൻ. നമ്മുടെ തലമുറകളും വരാനുള്ള തലമുറയും ഹല്ലേലൂയ ദൈവത്തിന് വിധേയപ്പെട്ട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കാൻ പ്രാർത്ഥിക്കുക. Hallelujah. Praise the Lord. Peter's quality, second quality or the third quality, he was disciplined. He was willing to be disciplined by the word of God. ആമേൻ. ദൈവവചനത്താൽ അച്ചടക്കം പാലിക്കുവാൻ ഒരുക്കമുള്ളവനായിരുന്നു. You may not agree with your dad. ഞങ്ങളുടെ പിതാവുമായിട്ട് But എനിക്ക് the Bible says യോജിക്കാൻ പറ്റില്ല. respect your dad. അല്ലേ ദൈവവചനം പറയുന്നു You may not agree with your mom. അമ്മയോട് യോജിക്കാൻ പറ്റുന്നില്ല. But the Bible says respect, honor your parents. മാതാപിതാക്കളെ ബഹുമാനിക്കാൻ ദൈവവചനം പറയുന്നു. Hallelujah. സ്തോത്രം. Oh, we are a new generation Pentecostal church, but I am not a new generation in shouting at your dad and screaming at your mom. No. ഹല്ലേലൂയ. നാം പുതിയ ജനറേഷൻ പെന്തക്കോസ്ത് ചർച്ച് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മാതാപിതാക്കളിൽ ആക്രോശിക്കുവാൻ ഞാൻ നിങ്ങളെ അനുവദിക്കുകയില്ല. It's not me agreeing. God is not happy with all these things. ആമേൻ. ഞാൻ യോജിക്കുന്നതല്ല, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണത്. In the last 6,000 years, the word has not changed. ഹല്ലേലൂയ. കഴിഞ്ഞ 6,000 വർഷമായി ദൈവവചനത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. Every church, when it started, it was new generation. ഹല്ലേലൂയ. ഓരോ സഭയും പറയുന്നത് പുതിയ ജനറേഷനാ. No, when they started, it was a new അത് generation. തുടങ്ങിയപ്പോൾ ഒരു പുതിയ But ജനറേഷൻ. God has only one generation. ദൈവത്തിന് ഒരു തലമുറയേ ഉള്ളൂ. The generation of those who are accountable and responsible and obedient to Almighty God. സ്വർഗത്തിലെ ദൈവത്തിന് സർവശക്തനായ ദൈവത്തിന് വിധേയപ്പെട്ട് ഉത്തരവാദപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ഇതാണ് If ദൈവത്തിന്റെ. you want to advance in the kingdom of God, God is looking for this character. നിങ്ങൾ ദൈവരാജ്യത്തിൽ മുന്നേറുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം ഈ സ്വഭാവത്തെ പ്രത്യേകം നോക്കുക. Let me give you an example. ഉദാഹരണം പറയാം. God asked me to start this church here. ഈ സഭയുടെ സ്ഥാപിക കർത്താവിനോട് പറഞ്ഞു, You know, after some time, ചില നാളുകൾക്ക് I ശേഷം have to go somewhere else. എനിക്ക് വേറൊരിടത്ത് പോകേണ്ടി One വന്നു. day I just disappear. ഒരു ദിവസം ഞാൻ അപ്രത്യക്ഷമായാൽ If I had that character, you think God will ask me to make this church, plant this church? ആ സ്വഭാവം എനിക്കുണ്ടെങ്കിൽ സഭ സ്ഥാപിക്കാൻ കർത്താവിനോട് പറയുമോ? One day a congregation in Southern California gives me a call. ഒരു ദിവസം സദർ കാലിഫോർണിയയിലെ ഒരു കോൺഗ്രേഷനെ വിളിച്ചു. Pastor Nayanan, we are willing to give you 100,000 a month. ഹല്ലേലൂയ. പാസ്റ്ററെ $1,00,000 ഒരു മാസം തരാം. Please come and be our pastor. ഞങ്ങളുടെ പാസ്റ്ററായി വന്നിരുന്നാലും You know what I'll tell them? ഞാൻ എന്ത് പറയുന്നു? My 100,000 is where God has placed me. That is my accountability. ആമേൻ. ദൈവം എന്നെ എവിടെയാക്കിയോ അവിടെയാണ് എൻ്റെ 100,000. അതാണ് എൻ്റെ ഉത്തരവാദിത്വം. Because my heavenly Father, I'm accountable to my heavenly Father for what's happening here. ഇവിടെ എന്ത് നടക്കുന്നു അതിന് ഞാൻ എൻ്റെ സ്വർഗീയ പിതാവിനോട് ഉത്തരവാദിയാണ്. That discipline has come from years of being under the word of God. ദൈവവചനത്തിന് കീഴ്പ്പെട്ട് ആ അച്ചടക്കത്തിലേക്ക് നമ്മൾ വളരണം. And then I want to tell you about believers. വിശ്വാസികളെ പറ്റി പറയാം. If God has called you into a tabernacle or a tent, make sure God wants you there. If you're sure God wants you there, be accountable to the church. ആമേൻ. നിങ്ങളെ ഒരു കൂടാരത്തിലേക്ക് ദൈവം ക്ഷണിച്ചാൽ നിങ്ങൾ അവിടെ വരിക. ആ കൂടാരത്തിൽ നിങ്ങൾ ഉത്തരവാദിയായിരിക്കാം. Hallelujah. If you think this is not my church, nobody is bothering you. ആമേൻ. ഇതെന്റെ സഭയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ God bless you. Go and grow. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. But if you know that this is your church, എന്നാൽ ഇത് നിങ്ങളുടെ സഭയാണെന്ന് നിങ്ങൾ അറിയുന്നെങ്കിൽ God, you are accountable to God, not to me. I am only a secondary person, but you are accountable to God. ആമേൻ ആമേൻ. നിങ്ങൾ ദൈവമായിട്ട് ഉത്തരവാദിയാണ്. ഒന്നാമത്തെ ദൈവമായിട്ട് ഉത്തരവാദിയാണ്. ഞാൻ അതിന് ശേഷം മാത്രമാണ് ദൈവദാസൻ എന്നുള്ളത്. I have seen in Philadelphia, I have also heard in Kerala, a lot of people jump among Pentecostal people, church jumpers.
ഫിലഡൽഫിയയിൽ മാത്രമല്ല ഇന്ത്യയിൽ ഞാൻ കേട്ടിട്ടുണ്ട് സഭകളിൽ നിന്ന് ചാടി ചാടി നടക്കുന്നവർ. You know, I'm so happy. I don't want to mention names, but one of my sisters who was born again just 2 years ago, she told me, Pastor, I know this disease among these people. You cannot catch me. Don't worry about it. I praise God for people like that. ഹല്ലേലൂയ. 2 വർഷത്തിന് മുമ്പ് രക്ഷിക്കപ്പെട്ട ഒരു സഹോദരനോട് ഇങ്ങനെ പറഞ്ഞു, ഈ സ്വഭാവം എനിക്കറിയാം, അനേകർ ഇങ്ങനെ ചാടി ചാടി നടക്കും, എന്നാൽ എനിക്ക് ഈ സ്വഭാവത്തെ അറിയാമെന്ന് പറഞ്ഞു. ആ വ്യക്തിയെ പറ്റി ഞാൻ And സന്തോഷിക്കുന്നു. I can tell you one testimony. ഒരു സാക്ഷ്യം ഞാൻ പറയാം. People who keep on jumping for all their life, they keep jumping. They will never have their root. They will never grow. In one church, the problem is the pastor. With another church, the problem is with the elders. With another church, the pastor is not so handsome enough for me. In the third church, the worship is not enough. In the fourth church, my children are not being praised. In the fifth church, problem. Finally, you know what happens? These people will finally sit in the corner of their room and said, as for me and myself, I shall praise the Lord. ആമേൻ, ഹല്ലേലൂയ. ഇങ്ങനെ സഭ ചാടി ചാടി നടക്കുന്നവർ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ആത്മീയ വർധനം ഉണ്ടാകത്തില്ല. അവർ വളരത്തില്ല. അവരുടെ വേറെ ആഴത്തിലേക്ക് പോകത്തില്ല. ഒരു സഭയിൽ പാസ്റ്റർ കുറ്റം കണ്ടുപിടിക്കും, രണ്ടാമത്തെ മൂപ്പന്മാരെ കണ്ടുപിടിക്കും. ഓരോരുത്തരും അവർ കുറ്റം കണ്ടുപിടിച്ച് അവസാനം അവർ തന്നെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി ഞാനും എൻ്റെ ദൈവം മാത്രം ഇരുന്ന് അവരെ എല്ലാ ബന്ധങ്ങളും വിട്ട് അവർ ദൈവത്തിൽ ഒറ്റപ്പെടാൻ ഇടയാകും. You can never become a Peter if you don't have accountability to God and to the authority that God has placed over you. ആമേൻ. ദൈവത്തോട് ഉത്തരവാദിയായിരിക്കുവാൻ മനസ്സില്ല എങ്കിൽ ഒരു പത്രോസ് ആകുവാനോ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്ന സ്വർഗീയമായിട്ടുള്ള അധികാരത്തിന്റെ താക്കോൽ വാങ്ങിക്കാനോ നമുക്ക് കഴിയത്തില്ല. Hallelujah. People, are you understanding this, people of God? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Hallelujah. Discipline that comes from the word of God. ദൈവവചനത്തിൽ നിന്ന് ഉണ്ടാകുന്ന അച്ചടക്കം, The discipline that comes because we respect the word of God. ദൈവവചനത്തെ ബഹുമാനിക്കുന്ന നിമിത്തം ഉണ്ടാകുന്ന അച്ചടക്കം. Simon was being transformed into Peter by this accountability. ഈ ഉത്തരവാദിത്ത നിമിത്തമാണ് ശീമോൻ പത്രോസ് ആകാൻ പോകുന്നത്. Hallelujah. Hallelujah. If you want to be a Peter, number 1, be yourself. 2, be disciplined by the word of God. ആമേൻ. നിങ്ങൾ ഒരു പത്രോസ് ആകാൻ ആഗ്രഹിക്കുക, ഒന്നാമത് നിങ്ങൾ ഏത് വ്യക്തിയാണോ ആ വ്യക്തിയായിട്ട് തന്നെ ആയിരിക്കുക. And when you are doing that, remember there are rewards for you. അങ്ങനെ നിങ്ങൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. Hallelujah. സ്തോത്രം. I've spoken 2 things that you need to be when you want to become a rock. ഹല്ലേലൂയ. ഒരു പാറയാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള 2 കാര്യങ്ങൾ പറഞ്ഞു. Hallelujah. Here is the third thing. മൂന്നാമത്തെ കാര്യം, This third thing is done by Jesus himself. മൂന്നാമത്തെ കർത്താവ് തന്നെ നേരിട്ട് ചെയ്യുന്ന. By the way, I have some excellent testimony. I want to tell you a couple of testimonies about churches. Listen to me before I go to the next one. അടുത്ത ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് സഭയെ പറ്റി ചില സാക്ഷ്യങ്ങൾ പറയട്ടെ. Hallelujah. സ്തോത്രം. There are some people who were pulled from this church to other churches. When they went into that church, they heard the Holy Spirit telling them, what are you doing in this church? You belong to the church. You need to go to revival church. 2 people have testified to me. ആമേൻ, ആമേൻ. ഈ സഭയിൽ നിന്ന് വലിച്ചു കൊണ്ടുപോയപ്പെട്ട ചിലര് മറ്റു ചില സഭകളിൽ ചെന്നപ്പോൾ അവർ ദൈവശബ്ദം കേട്ടു. പരിശുദ്ധാത്മാവ് അവരോട് ചോദിച്ചു, നിനക്ക് ഇവിടെ എന്താണ് കാര്യം? നീ ആയിരിക്കേണ്ടത് റിവൈവൽ സഭയിലാണ് എന്ന 2 വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടതായി എനിക്ക് സാക്ഷികൾ. 2 different people. 2 വ്യത്യസ്തരായ വ്യക്തികൾ. Not much connection between each other. പരസ്പരം My ബന്ധമില്ലാത്തവരാണ്. brother, you know who is building this church? നിങ്ങൾക്കറിയാമോ ഈ സഭയെ പണിയുന്ന ആരാ? My Jesus is building എൻ്റെ this church. യേശുവാണ് ഇതിനെ പണിയുന്നത്. He is faithful. അവൻ വിശ്വസ്തനാണ്. Hallelujah. Praise the Lord. ആമേൻ. He is faithful. അവൻ വിശ്വസ്തനാണ്. Yeah, let me tell you one testimony. ഒരു സാക്ഷ്യം. I am doing this by looking or seeing. I'm not seeing anyone. I am seeing the one who called me. He has been faithful. He is faithful and he will be faithful. ആമേൻ. ഞാൻ ആരെ നോക്കിയല്ല ഇത് ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്നെ വിളിച്ചവനെ നോക്കിയാണ്. അവൻ കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വസ്തനായിരുന്നു, ഇപ്പോൾ വിശ്വസ്തനാണ്, ഭാവിയിലും വിശ്വസ്തനായിരിക്കും. അവനെ നോക്കി മാത്രമാണ് ഞാൻ മുന്നോട്ട് It is പോകുന്നത്. my God who brings his people into his church. I have the privilege of ministering to them. I thank God. It's one of the greatest jobs a man can ever do in the kingdom of God. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ദൈവമാണ് തന്റെ ജനത്തെ തന്റെ സഭയിൽ കൊണ്ടുവരുന്നത്. ആ തന്റെ ജനത്തെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് ലഭിക്കുന്ന അവസരം വലിയ ഭാഗ്യമേറിയ പദവിയായി ഞാൻ കണക്കാക്കുന്നു. അതിനായി ഞാൻ ദൈവവും ഭാഗ്യ How ഉത്തരവാദിയായിരിക്കും. many people say an yes to that? എത്ര പേര് എന്നോട് ആമേൻ പറയും? ഹല്ലേലൂയ. That yes, go to God. സ്തോത്രം. ആമേൻ. Hallelujah. Yes, Let me tell you one simple testimony. Listen. ഒരു സാക്ഷ്യം പറയട്ടെ. My dad and mom, aged people. My dad is more educated than I am, more intelligent. And my mom, they are sitting here not because I called them. My brother-in-law, my sister, I never pulled them into the church. My God has been so good to me. I am able to worship with the whole family. It is because of my God's faithfulness. I thank God. ആമേൻ, ആമേൻ. എൻ്റെ മാതാവും പിതാവും അവരെന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളവരാണ്. ബുദ്ധിയിൽ മറ്റെല്ലാ കാര്യങ്ങളും എന്നേക്കാൾ ശ്രേഷ്ഠരാണ്. അവരും എൻ്റെ സഹോദരി കുടുംബവും. ഞാൻ അവരെ വിളിച്ചിട്ട് വന്നതല്ല. എന്നാൽ ഞാൻ ദൈവത്തിൽ വിശ്വസ്തരായി ദൈവത്തോട് ഉത്തരവാദിയായി നിന്നപ്പോൾ ദൈവം അവരെ എന്നോടൊപ്പം ആരാധിക്കാൻ, ഞാൻ ഒന്നിച്ച് ആരാധിക്കാൻ ദൈവം തന്ന അവസരമാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. All of you precious saints, God could have taken you anywhere, but he in his kindness brought you here. Amen. It is his plan. You are the children of God.
And God has a plan for you in this tabernacle. ആമേൻ ആമേൻ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വിലയേറിയ ദൈവമക്കളെ, നിങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിൽ ആരാധിക്കാൻ സ്ഥലങ്ങളില്ലാഞ്ഞിട്ടല്ല, എന്നാൽ ദൈവത്തിന്റെ പ്രത്യേക നിയോഗപ്രകാരം, പ്രത്യേക ഉദ്ദേശപ്രകാരം, പ്രത്യേക കരുതൽ പ്രകാരം ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതാണ്. ഇവിടെ നിങ്ങളെ കൊണ്ടുവന്നതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദൈവം നിങ്ങളെ ഉയർത്തി മാനിച്ച് അനുഗ്രഹിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. I'm saying this because in the past some people never understood the vision of the church. ഞാനിത് എന്തുകൊണ്ട് പറയുന്നു ചോദിച്ചാൽ, കഴിഞ്ഞ കാലങ്ങളിൽ ചിലർക്ക് ഈ ദർശനം മനസ്സിലായില്ല. They said, Pastor doesn't call us, Pastor doesn't run after us, Pastor doesn't care for us. My brother, even if I were to make 1,000,000 phone calls for you, but you never wanted to be, how can you force anybody into the church? How can you pull anybody? Pastor Josh, don't look at other pastors. I say, how can you love a person like that? കഴിഞ്ഞ കാലങ്ങളിൽ ചിലർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ ഞങ്ങളെ നോക്കുന്നില്ല, ഫോൺ വിളിക്കുന്നില്ല, ഞങ്ങളെ കരുതുന്നില്ല, താങ്ങുന്നില്ല. അല്ല, നമുക്ക് ഒരാളെ നിർബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റും? Let me ask you a question. ചോദിക്കട്ടെ. Husbands, ഭർത്താക്കന്മാർ, can you love your wives forcefully? ഭാര്യമാരെ നിർബന്ധത്താൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? When I am not in the house, don't make a single phone call. ഹല്ലേലൂയ. ഞാൻ വീട്ടിലാത്തപ്പോൾ ഒരു ഫോൺ ചെയ്യാൻ പറ്റത്തില്ല. Don't talk to another man. മറ്റൊരു മനുഷ്യനോട് സംസാരിക്കരുത്. You can talk maybe 1 minute. ഒരു മിനിറ്റ് മാത്രം And സംസാരിക്കാം. before you talk, write down what you're going to talk to that man. ഹല്ലേലൂയ. സംസാരിക്കുന്ന കാര്യം I എഴുതി say, is that love? അതാണോ സ്നേഹം? Hallelujah. സ്തോത്രം. You can love a person only from the heart. ഹൃദയത്തിൽ നിന്ന് മാത്രമേ ഒരു വ്യക്തിയെ I സ്നേഹിക്കാൻ love പറ്റൂ. Jesus from the heart. ഞാൻ ഹൃദയത്തിൽ നിന്ന് യേശുവിനെ Not സ്നേഹിക്കും. because I can get some blessings. എനിക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടുന്നതുകൊണ്ടല്ല. I can tell you a secret. ഒരു രഹസ്യം When he പറയട്ടെ. called me into the ministry, this is all he said: feed my flock. ആമേൻ. എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചപ്പോൾ കർത്താവ് ഒരു കാര്യം എന്നോട് പറഞ്ഞു, എന്റെ And ആടുകളെ this is a reward. If you love me, go feed my flock. അത്രേ പറഞ്ഞുള്ളൂ. ആമേൻ. നീ എന്നെ സ്നേഹിക്കുന്നില്ല, എന്റെ ആടുകളെ പാലിക്കാം. Anything else I get is his blessing. Thank God. I'm not hungry. Thank God he takes care of me. That is an extra blessing. I'm not after God to get something. I've already got my greatest treasure. His name is Jesus. ആമേൻ ആമേൻ. അതിനപ്പുറമായി എനിക്ക് എന്തെങ്കിലും കിട്ടുന്നത് ദൈവത്തിന്റെ കൃപയാണ്. എനിക്ക് ഏറ്റവും വലിയ സ്വർഗീയ നിക്ഷേപം ദൈവം തന്നു കഴിഞ്ഞു. അതിലധികമായിട്ട് ഒന്നും എനിക്ക് വേണ്ട. And I'm never poor. ഞാൻ ഒരിക്കലും ദരിദ്രനല്ല. I have some exciting news for you. Listen to me. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞ ഉത്സാഹത്തിന്റെ വാർത്തയുണ്ട്. 2 days ago, a close friend of mine wrote to me an email. 2 ദിവസത്തിന് മുമ്പ് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഒരു ഇമെയിൽ ഇട്ടു. It's a prophetic email. പ്രാവചനീയമായ He ഇമെയിലാണ്. said, most loving Shiju pastor of the fastest growing spirit-filled church in the United States of America. ഹല്ലേലൂയ. അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു, പാസ്റ്റർ ഓഫ് അമേരിക്കയിലെ ഏറ്റവും അധികം വളരെ വേഗത്തിൽ വളരുന്ന ആത്മീയമായ സഭയുടെ പാസ്റ്റർ. I read it again. ഞാൻ വീണ്ടും വായിച്ചു. Praise the Lord. I said, maybe it is going to some other pastor. No, most beloved, loving Pastor Shiju. ഹല്ലേലൂയ. ഏറ്റവും സ്നേഹിക്കുന്ന പാസ്റ്റർ ഷിജുവിനെ, Pastor of the fastest spirit-filled growing church in the United States of America. അമേരിക്കയിലെ അതിവേഗത്തിൽ വളരുന്ന ആത്മീയ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വളരുന്ന വേഗത്തിൽ വളരുന്ന സഭയുടെ പാസ്റ്റർ. I believe it is prophetic. ഞാനത് പ്രവചനീയമാണെന്ന് വിശ്വസിക്കുന്നു. How about you? നിങ്ങൾ വിശ്വസിക്കുന്നോ? I told my dad that. Dad, I said, this church is the fastest growing church. ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, പിതാവേ ഹല്ലേലൂയ, ഇതാണ് ഏറ്റവും വേഗത്തിൽ വളരുന്ന സഭ. This church, we don't just look at the numbers. ഇവിടെ നമ്മൾ എണ്ണമല്ല നോക്കുന്നത്. Because in a political party, you can have numbers. രാഷ്ട്രീയ പാർട്ടികളിൽ നമ്പർ കാണാം. Hallelujah. We are looking for something greater than that. നമ്മൾ എണ്ണത്തെക്കാൾ ശ്രേഷ്ഠമായതാണ് Even നോക്കുന്നത്. if there are 20 people, I want the presence of my God here Sunday after Sunday. ആമേൻ. 20 പേരെ ഇവിടെ ഉള്ളെങ്കിൽ ദൈവ സാന്നിധ്യം ഓരോ ആഴ്ചയിലും വർദ്ധിക്കണം. Now that is why Sister Jessie said, when Jesus is here, he wants us to worship him just like that. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് രാവിലെ ഈ ദൈവ സന്ദേശം കിട്ടിയത്. കർത്താവ് മാത്രം അത്രത്തോളം നമ്മളെ സ്നേഹിക്കുമ്പോൾ ആ രീതിയിൽ ദൈവത്തെ നമ്മൾ ആരാധിക്കാൻ കഴിയണം. I have gone to a mega church. Rina and the children and I, we went to a mega church in Dallas one day. We had to be in Dallas. We went there. The pews were packed with people, wonderful people. But the minute the worship leader came on the stage, I understood he was singing songs. There was no anointing. ആമേൻ ആമേൻ. ഡാലസിലെ വലിയൊരു മെഗാ ചർച്ച് ഞങ്ങൾ പോയി. അവിടെ നിറച്ച ആളുകളുണ്ടായിരുന്നു. എന്നാൽ വർഷിപ്പ് ലീഡർ കടന്നു വന്ന നിമിഷത്തിൽ എനിക്ക് മനസ്സിലായി, ഇത് വെറും വാക്കുകൾ മാത്രമേ ഉള്ളൂ, അഭിഷേകം ആ വാക്കുകൾ. They are good people. നല്ല മനുഷ്യരാ. Full packed house. നല്ല നിറഞ്ഞ സഭയാ. But how can you lead worship without the anointing? എന്നാൽ അഭിഷേകം കൂടാതെ എങ്ങനെ ആരാധന നയിക്കാൻ പറ്റും? But do you know, when, praise God, all glory to God, when our children begin to come and worship here, എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ it's the anointing that flows. അവരുടെ മേൽ അഭിഷേകമുണ്ട്. Are you understanding this? സ്തോത്രം. God? The greatest church in the world has the presence of God. It has anointing. It has the blessings of God. And they walk in the word of God. ആമേൻ. ലോകത്തിലെ ഏറ്റവും നല്ല സഭയാ ദൈവ സാന്നിധ്യമുള്ള സഭ, ദൈവത്തിന്റെ വചനമുള്ള സഭ, ദൈവവചനത്തെ അനുസരിച്ച് ദൈവത്തോടുകൂടെ നടക്കുന്ന സഭ. അതാണ് ദൈവത്തിന്റെ സഭ. Hallelujah. Praise the Lord. Hallelujah. Now you see, 2 things I said about you being a stone. I'm going to tell you what God did to Peter in his becoming a stone. ആമേൻ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം.
നമ്മളൊരു കല്ലാകാനെ കൊണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതിനെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി പറയാം. Hallelujah. Let's look to Luke 5 and I'm going to Matthew 16 വീണ്ടും മത്തായി 16 പോകാം and verse 17. 17 വാക്യം. Let's look into that quickly. പെട്ടെന്ന് ആ വാക്യം ശ്രദ്ധിക്കാം. Hallelujah. Thank you, Jesus. Hallelujah. Matthew 16:17. മത്തായി 16:17. God, Jesus is telling Peter something. Listen to that carefully. ശ്രദ്ധിക്കുക. യേശു പത്രോസിനോട് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. What is he saying? എന്താണ് യേശു പറയുന്നത്? Simon, son of Jonah. യോഹന്നാന്റെ മകനായ ബർയോനാ ശിമോനെ, you are blessed. നീ ഭാഗ്യവാൻ. In other words, Jesus is calling Simon, you are a blessing. ഹല്ലേലൂയ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പത്രോസിനെ ഒരു അനുഗ്രഹമായി യേശു വിളിക്കുന്നു. Hey Simon, you are a blessing. പത്രോസേ, നീ ഒരു അനുഗ്രഹമാ. Hey Simon, you are blessed. സൈമനെ, നീ അനുഗ്രഹിക്കപ്പെട്ടവനാ. When Jesus opens his mouth and blesses you, you are a blessing. ആമേൻ. യേശു വായ തുറന്ന് ഒരു അനുഗ്രഹം പറയുമ്പോൾ അനുഗ്രഹം നടന്നു കഴിഞ്ഞു. Once Jesus has blessed you, nobody can curse you in Jesus' name. ആമേൻ. യേശു നമ്മളെ അനുഗ്രഹിച്ചാൽ ആർക്കും ശപിക്കാൻ പറ്റത്തില്ല. Shall I tell you a secret about being blessed? അനുഗ്രഹത്തിന്റെ രഹസ്യം പറയട്ടെ. God told Peter, പത്രോസിനോട് യേശു പറഞ്ഞു, Abraham, അബ്രഹാമേ, you are a blessing. നീ ഒരു അനുഗ്രഹമാ. If somebody blesses you, they'll be blessed. നീ ഒരാളെ അനുഗ്രഹിച്ചാൽ അവർ അനുഗ്രഹിക്കും. No. ആരെങ്കിലും നിന്നെ അനുഗ്രഹിച്ചാൽ അവർ If അനുഗ്രഹിക്കും. somebody curses you, they shall be cursed. നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെടും. ആർക്കും ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ആമേൻ. Hello, what did you understand? എന്താണ് മനസ്സിലായത്? You are blessed. നിങ്ങൾ If അനുഗ്രഹിക്കപ്പെട്ടതാ. somebody blesses you, നിങ്ങളെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ they will be blessed. അവർ If അനുഗ്രഹിക്കപ്പെടും. somebody curses you, ആരെങ്കിലും നിന്നെ ശപിച്ചാൽ, hallelujah. Amen. Simon, son of Jonah, I am transforming you into a Petra. You are a blessed man. If somebody blesses you, you shall be blessed. If somebody curses you, they shall be cursed. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാനാണ്, നീ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്, നീ ഒരു പാറക്കല്ലാണ്. എന്നാൽ ആരെങ്കിലും നിന്നെ അനുഗ്രഹിച്ചാൽ അവർ അനുഗ്രഹിക്കപ്പെടും, ആരെങ്കിലും നിന്നെ ശപിച്ചാൽ അവർ Are you ശപിക്കും. blessed? നിങ്ങൾ Yes, you അനുഗ്രഹിക്കപ്പെടും. are blessed. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. Only one person can curse you. ഒരു വ്യക്തിക്ക് മാത്രം നിങ്ങളെ ശപിക്കത്തുള്ളൂ. He's already cursed. അവൻ ശപിക്കപ്പെട്ടവനാ. Nobody can curse you and destroy you. മറ്റാർക്കും നിങ്ങളെ ശപിച്ച് നശിപ്പിക്കാൻ പറ്റത്തില്ല. Don't be afraid of spells and charms and evil notions. Nothing can work against you. നിങ്ങൾക്കെതിരെ മന്ത്രങ്ങളോ തന്ത്രങ്ങളോ ശബ്ദങ്ങളോ ഒന്നും ഫലിക്കത്തില്ല. You are blessed in Jesus' name. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാ. Simon, son of Jonah, you are blessed. യോഹന്നാന്റെ മകനായ ശിമോനെ, നീ അനുഗ്രഹിക്കപ്പെട്ടവനാ. Because you hear the word of God, you are blessed. നീ ദൈവവചനം കേൾക്കുന്നതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവനാ. If somebody curses you, it won't happen. ആരെങ്കിലും നിങ്ങളെ ശപിച്ചാൽ നടക്കത്തില്ല. Some time ago, I heard like this. ഞാൻ ഇങ്ങനെ കേട്ടു കുറെ In നാൾക്ക് മുമ്പ്. Malayalam, it is known as prak. ഹല്ലേലൂയ. Curse. ഹല്ലേലൂയ. മലയാളത്തിൽ പ്രാക്ക് എന്ന് പറയും. Somebody was cursing. ചിലരെ പ്രാഗി. Cursing me probably, cursing the church. എന്നെ സഭയൊക്കെ പ്രാഗിയും തോന്നുന്നു. Hallelujah. Praise the Lord. You think it'll affect us? അത് നമ്മളെ ബാധിക്കുമോ? No. ഇല്ല. Hallelujah. Amen. We are blessed in Jesus' name. നമ്മൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാ. Simon, son of Jonah, I'm transforming you into a Petra. You are number one blessed. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. യോഹന്നാന്റെ മകനായ ശിമോനെ, ഞാൻ നിന്നെ ഒരു പാറയാക്കി മാറ്റുകയാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. Hallelujah. And then Jesus goes on to say, വീണ്ടും യേശു പറയുകയാണ്, flesh and blood has not revealed it to you. ഹല്ലേലൂയ. ജഡവും രക്തവും അല്ല നിനക്ക് Here is വെളിപ്പെടുത്തിയത്. a word for you. നിങ്ങൾക്കൊരു വചനമുണ്ട്. Jesus acknowledges the revelation Peter had. ഹല്ലേലൂയ. പത്രോസിന് കിട്ടിയ വെളിപ്പാടിനെ യേശു അംഗീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. Peter acknowledged the revelation. Jesus acknowledged the revelation. യേശു ഈ വെളിപ്പാടിനെ അംഗീകരിച്ചു. How many of you had revelations from the word of God? എത്ര പേർക്ക് ദൈവവചനത്തിൽ വെളിപ്പാട് കിട്ടിയിട്ടുണ്ട്? Please acknowledge it. Speak it out. Thank the Lord for revelations from the word of God. ദൈവവചനത്തിലുള്ള വെളിപ്പാടിനായി നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത് നിങ്ങൾ അതിനെ പ്രഖ്യാപിക്കണം. Don't just minimize it. അതിനെ കുറയ്ക്കല്ലേ. Oh, somebody also had the revelation. വേറെ ആർക്കും വെളിപ്പാട് Oh, കിട്ടി. this is not special to me. അതല്ലേ, ഇത് പ്രത്യേകതയൊന്നുമില്ലാത്ത. If God has given you a revelation, acknowledge it. Thank the Lord for the revelation. ഓ, ദൈവം നിങ്ങൾക്ക് വെളിപ്പാട് തന്നതിനെ അംഗീകരിക്കണം, അതിനായി സ്തോത്രം How ചെയ്യണം. many of you have revelations from the word of God, church? എത്ര പേർക്ക് വചനത്തിൽ വെളിപ്പാട് കിട്ടിയിട്ടുണ്ട്? Jesus builds his church on the revelation of the word of God. യേശു തന്റെ സഭയെ പണിയുന്ന ദൈവത്തിന്റെ വെളിപ്പാടിലാണ്. Not on anything else, but on the revelation of the word of God. മറ്റൊന്നിലുമല്ല, ദൈവത്തിന്റെ വെളിപ്പാടിലാണ്. Here is a testimony for you. നിങ്ങൾക്കൊരു സാക്ഷ്യം. Some time ago, the Lord told me to go and preach in a place in India. ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് പോയി പ്രസംഗിക്കാൻ കർത്താവ് I was talking about prayer. ഞാൻ പ്രാർത്ഥനയെ പറ്റി പറയായിരുന്നു. As I prayed, പ്രാർത്ഥിച്ചപ്പോൾ I said your prayers cannot be hindered because your prayers are in the name of Jesus and no evil territorial spirit can stop it. It was a revelation for the man of God there. ആമേൻ, ആമേൻ. ഞാൻ പ്രസംഗിച്ചുകൊണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയെ തടയുവാൻ ആർക്കും സാധിക്കത്തില്ല. ഒരു ദേശാധിപ ശക്തിക്കും നിങ്ങളുടെ പ്രാർത്ഥനയെ തടയാൻ സാധിക്കാറും നിങ്ങൾ യേശുവിന്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത് പറഞ്ഞപ്പോൾ അവിടെയുള്ള ദൈവദാസന് അതൊരു വെളിപ്പാടായിരുന്നു.
How many of you know that your prayers are unhindered? How many of you know your prayers cannot be stopped? ആമേൻ. എത്ര പേർക്ക് ഈ ഉറപ്പുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന തടയപ്പെടത്തില്ല? Even today, New Testament believers are talking about Daniel. Daniel's prayers were hindered. Daniel's prayers are hindered because there was not a man who went through the heavens called Hallelujah. Jesus. But you and I are called by the name of Jesus who went through the heavens. Let me challenge you. If you pray in the name of Jesus, who can hinder your prayer? No devil, no territorial Amen, spirit, amen. no spirit of Philadelphia, no witchcraft can stop your prayer to Hallelujah. Almighty God. Praise the Lord. Hallelujah. ഇപ്പോഴും പെന്തക്കോസ്തുകാർ എന്ന് പറയുന്ന വിശ്വാസികൾ പോലും ദാനിയേലിന്റെ പ്രാർത്ഥന തടയപ്പെട്ടു എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുന്നവരുണ്ട്. എന്നാൽ നമുക്ക് വേണ്ടി ആകാശത്തോടെ കടന്നുപോയ ഒരു മഹാപുരോഹിതനുള്ളത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയെ തടയുവാൻ ഒരു ദുഷ്ടനും സാധ്യമല്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യും, ഉത്തരം കിട്ടും. Hallelujah. Your prayers are answered നിങ്ങളുടെ because of the name of Jesus. യേശുവിന്റെ നാമം നിമിത്തം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. Because your prayers cannot be stopped by some Lucifer. It cannot be stopped by any territorial spirit. You don't have to wait for 21 days. You can receive your answer on the same day. ആമേൻ ആമേൻ. ഒരു ദേശാധിപനും ഒരു വാഴ്ചയ്ക്കും ഒരു അധികാരത്തിനും ഒരു പിശാചിനും നിങ്ങളുടെ പ്രാർത്ഥനയെ തടയാൻ സാധിക്കത്തില്ല. കാരണം യേശുവിന്റെ നാമത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. യേശുവിന്റെ നാമത്തിന് മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ഒരു നാമം യേശുവിന്റെ നാമം. Similarly, God wants to give you more revelations. അധികം വെളിപ്പാട് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. I'm praying that many of you will realize that you are righteous by the blood of Jesus. ഹല്ലേലൂയ. ഞാൻ അതുപോലെ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ കുഞ്ഞാന്റെ രക്തത്താൽ നീതിയുള്ളവരായി നിൽക്കുക. How many righteous people are here? എത്ര നീതിമാന്മാർ ഇവിടെ ഉണ്ട്? I want you to know you have been made righteous by the blood of Jesus. നിങ്ങളെ തിരിച്ചറിയണം, നമ്മൾ നീതീകരിക്കപ്പെട്ടത് യേശുവിന്റെ The രക്തത്താൽ. Bible says very clearly, ദൈവവചനം വളരെ വ്യക്തമായി you പറയുന്നു, are righteous by the blood of Jesus. യേശുവിന്റെ രക്തം നിമിത്തം നിങ്ങൾ നീതിമാന്മാരാണ്. If you have accepted the Lord Jesus Christ as the Lord of your life, നിങ്ങളുടെ ജീവിതത്തിന്റെ നാഥനായ യേശുവിനെ സ്വീകരിച്ചെങ്കിൽ you are righteous. ഹല്ലേലൂയ. Church, സഭയെ every blessing of God comes upon righteous people, not on cursed people. ആമേൻ. ദൈവത്തിന്റെ ഓരോ അനുഗ്രഹങ്ങളും വീഴുന്നത് അല്ലെങ്കിൽ നീതിമാന്മാരുടെ മേല, ശപിക്കപ്പെട്ടവരുടെ മേല അല്ല. Every protection in the Bible is for righteous people. ദൈവവചനത്തിലെ സകല സംരക്ഷണവും തന്റെ നീതിമാന്മാർക്കാണ്. I know the power of God is here, ദൈവശക്തി എനിക്കറിയാം, but there is a tremendous block. എന്നാൽ തടസ്സമുണ്ട്. In the name of Jesus, ആമേൻ. യേശുവിന്റെ നാമത്തിൽ we bind every demonic activity in this place. ഈ സഭയുടെ വ്യാപരിക എല്ലാ പൈശാചികളെ ഞങ്ങൾ We ബന്ധിക്കുന്നു. release the power of God upon the people. ദൈവശക്തി ജനത്തിന് മേൽ പ്രഖ്യാപിക്കുന്നു. Thank you, Father. യേശുരാമനേ, We give you glory. അരിഖലനമോ. We give you honor. ഞങ്ങളെ We മാതപ്പെടുന്നു. give you praise. ഞങ്ങളെ സ്തുതിക്കുന്നു. We give you honor. We praise you. In the name of Jesus. രഖലരി ബാബാ ശബ In the name of ബാബാ Jesus. ബാബാ ബാബാ ശബ. In the name of Jesus. Hallelujah. 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 Every obstacle is removed. Thank you, Jesus. There is power in the blood of Jesus. ഇവിടെ ദൈവത്തിന്റെ കുഞ്ഞാന്റെ രക്തത്തിൽ ശക്തിയുണ്ട്. Hallelujah. ആമേൻ. If you have a revelation, നിങ്ങൾക്ക് വെളിപ്പാടുണ്ടെങ്കിൽ speak it out. അത് പറയുക. This morning I want you to know something. ഇന്ന് രാവിലെ നിങ്ങൾ അറിയണം, If you keep quiet, നിങ്ങൾ മിണ്ടാതിരുന്നാൽ my God will bring thousands of people who will be able to stand up and receive the word of God and speak the word of God in Jesus' name. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ദൈവവചനം പറയുവാൻ ഒരു മടിയുമില്ലാത്ത താല്പര്യമുള്ള ആയിരങ്ങൾ ദൈവം എഴുന്നേൽപ്പിച്ച് അവരിൽ ദൈവത്തിന്റെ വചനം പകർന്ന് അവരെ കൊണ്ട് ദൈവ ശക്തിയോടെ ദൈവം സംസാരിപ്പിക്കും. Hallelujah. Amen. Hallelujah. Hallelujah. On a Sunday morning, ഒരു ഞായറാഴ്ച രാവിലെ my Jesus is coming to see us worshiping in spirit. ഹല്ലേലൂയ. യേശുവിടെ വരുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മൾ ആത്മാവിൽ സകലവും പറഞ്ഞ് അവനെ ആരാധിക്കുന്നത് കാണാനാണ്. Jesus is not coming for some club. ഒരു ക്ലബ്ബിൽ കാണാനല്ല യേശു വരുന്നത്. Jesus is coming for a group of people who are excited with the word of God. തന്നെ പറ്റി ഉത്സാഹമുള്ള സന്തോഷമുള്ള ഒരു കൂട്ടത്തെ കാണാനാ യേശു വരുന്നത്. I tell you one thing prophetically. ഞാൻ പ്രവചനം വിളിച്ചു പറയാം. My Jesus, എന്റെ യേശു who told me to plant this church, ഈ സഭ സ്ഥാപിക്കാൻ പറഞ്ഞ യേശു he will fill this church with first class worshippers. ആരാധന കൊതിയന്മാരെ കൊണ്ട്, ആരാധന വീരന്മാരെ കൊണ്ട് ഈ സഭയെ എന്റെ യേശു നിറയ്ക്കും. I love to worship Jesus. എനിക്ക് യേശുവിനെ ആരാധിക്കാൻ ഒത്തിരി If ഇഷ്ടമാണ്. I get 2 minutes, I want to worship my God. എന്റെ 2 മിനിറ്റ് യേശുവിനെ എനിക്ക് ആരാധിക്കണം. God will give me people like that. അങ്ങനെയുള്ളവരെ യേശു എനിക്ക് തരും. And together we will change the nation for Jesus. അങ്ങനെ നമ്മൾ ഒന്നിച്ച് ദേശത്തെ യേശുവിനെ വേണ്ടി പിടിച്ചടക്കും. Hallelujah. Amen. Hallelujah. Hallelujah. I tell you the power of God is here. ദൈവശക്തിയുടെ ശക്തമായിട്ടുണ്ട്. I tell you God is here. ദൈവം ഇവിടെയുണ്ട്. Lift your voices and say hallelujah. വായ തുറന്ന് കർത്താവിന് നന്ദി പറയുക. Because we ഹല്ലേലൂയ. serve a mighty God. അവൻ അത്ര വലിയ ദൈവമാണ്. When you open your mouth, നിങ്ങൾ വാ തുറക്കുമ്പോൾ things are happening. കാര്യങ്ങൾ നടക്കുക.
When you open your mouth, നിങ്ങൾ വായ തുറക്കുമ്പോൾ the power inside you is coming out. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി പുറപ്പെടുകയോ. God will open your mouth. ദൈവം നിങ്ങളുടെ വായ തുറക്കും. When you open your mouth, നിങ്ങൾ വായ തുറക്കുമ്പോൾ deliverances take place. വിടുതൽ സംഭവിക്കും. Hallelujah. ആമേൻ. How many of you have a revelation of എത്ര God? പേർക്ക് ഒരു വെളിപ്പാടുണ്ട്? You are righteous. നിങ്ങൾ നീതിമാനോ. You are righteous. നിങ്ങൾ നീതിമാനോ. That is why the Bible says അങ്ങനെ ദൈവവചനം പറയുന്നത്. there is victory and shouting in the tent of the righteous. നീതിമാന്റെ കൂടാരത്തിൽ ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷമുണ്ട്. Every Sunday എല്ലാ ഞായറാഴ്ചയും we come to celebrate the victory of Jesus. യേശുവിന്റെ ജയം ആഘോഷിക്കാനാണ് നമ്മൾ ദൈവസന്നിധി വരുന്നത്. You may be going through the toughest time of your life, ജീവിതത്തിൽ ഏറ്റവും പ്രതികൂലത്തിൽ കൂടെ പോവായിരിക്കും. but there is victory for you in the tabernacle, in the tent. എന്നാൽ ദൈവത്തിന്റെ കൂടാരത്തിൽ വരുമ്പോൾ അവിടെ നിനക്ക് ജയമുണ്ട്. Maybe right now you're defeated, ഒരുപക്ഷെ നിങ്ങൾ തോറ്റിരിക്കുമായിരിക്കും. but there is victory in the tent of the Lord, എന്നാൽ കുഞ്ഞാടിന്റെ കൂടാരത്തിൽ നിനക്ക് ജയമുണ്ട്. because you are righteous by the blood of the Lamb. കാരണം കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് നീ നീതിമാനാ. Hallelujah. ഹല്ലേലൂയ. How many righteous people are here? നീതിമാന്മാർ ഇവിടെയുണ്ട്. The Bible says you are righteous ദൈവവചനം പറയുന്നത് നിങ്ങൾ നീതിമാന്മാരാ. because you have accepted Jesus. നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് My precious brother, എന്റെ വിലയേറിയ സഹോദരാ, do not let the devil tell you that you are not righteous. നീ നീതിമാൻ അല്ലെന്ന് പിശാചിനോട് പോഷ്ക്ക് പറയാൻ അനുവദിക്കരുത്. He is the biggest liar you can ever find. നിങ്ങൾക്ക് കാണാൻ ഏറ്റവും വലിയ പോഷ്ക്ക് പറയുന്ന കള്ളനാണ് ദുഷ്ടൻ. One day the Lord Jesus told me, ഒരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞു, or the Holy Spirit, പരിശുദ്ധാത്മാവ് ഇങ്ങനെ I പറഞ്ഞു, will never allow the righteous to be moved. ഹല്ലേലൂയ, നീതിമാൻ കുലുങ്ങി പോവാൻ ഞാൻ സമ്മതിക്കത്തില്ല. Hallelujah. ആമേൻ. How can you receive that word if you are not made righteous by God? ദൈവം നിന്നെ നീതിമാനാക്കിയില്ലെങ്കിൽ എങ്ങനെ നമുക്ക് ആ വാക്ക് ദൈവം തരും? God has called you not to shake you like Simon, but to strengthen you. And church, this is a word for you, to establish you like a rock. ആമേൻ, ആമേൻ. ദൈവം എന്നെ നിങ്ങളെ വിളിച്ചത് ശീമോനെ പോലെ പാറ്റാനല്ല, ഒരു പാറയായിട്ട് നിന്നെ എന്നെ ഉറപ്പിച്ച യേശുവിന്റെ നാമം നിന്റെ മേൽ എഴുതാനായി എന്നെ യേശു. Not only for this generation. ഈ തലമുറയിൽ മാത്രമല്ല, The cornerstone my Jesus is putting here is for many generations to come. Amen. I declare it in Jesus' name. ആമേൻ. ദൈവം ഈ തലമുറയിൽ മേൽ നമ്മുടെ മേൽ തന്ന വാഗ്ദത്തം ഈ തലമുറയ്ക്ക് മാത്രമല്ല, വരാനുള്ള അനേക തലമുറയ്ക്കുള്ള വാഗ്ദത്തമാണ്. Hallelujah. Amen. Every tear of yours, നിങ്ങളുടെ ഓരോ കണ്ണുനീരും, every participation of yours നിങ്ങളുടെ ഓരോ പങ്കാളിത്തവും in building the kingdom of God, ദൈവരാജ്യം പണിയുന്നതിൽ it is going down generations. അത് അടുത്ത തലമുറയിലേക്ക് പോവുകയാണ്. You have a revelation of the word of God today. ഇന്ന് നിങ്ങൾക്ക് ദൈവത്തിന്റെ വെളിപ്പാടുണ്ടോ? You are righteous. നിങ്ങൾ നീതിമാനാ. Do you know നിങ്ങൾക്കറിയാമോ? that the Lord will give the desire of the righteous? നിങ്ങൾക്കറിയാമോ നീതിമാന്റെ ആഗ്രഹങ്ങൾ ദൈവം സാധിപ്പിക്കും. Am I right, sister? ആമേൻ. Am I right? Lift your hands and praise God. ആമേൻ. My brother and sister sitting there, എന്റെ അവിടെ ഇരിക്കുന്ന സഹോദരി, they had a simple desire. അവർക്ക് ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. My God favored them with that single desire ആ ചെറിയ ആഗ്രഹത്തെ എന്റെ ദൈവം സാധിപ്പിച്ചു. because they know that they are righteous in the Lord. കാരണം അവർക്കറിയാം അവർ ക്രിസ്തുവിൽ അവർ നീതിമാന്മാരാ. Every favor of God comes to righteous people. എല്ലാ ദൈവത്തിന്റെ സഹായവും കൃപയും വരുന്ന നീതിമാന്മാർക്ക്. And God looks from heaven. സ്വർഗ്ഗത്തിൽ ദൈവം നോക്കുമ്പോൾ He does not see a Shiju pastor. അവൻ ഷിജു പാസ്റ്റർ അല്ല ദൈവം He നോക്കുന്നത്. does not see a George Samuel. ഒരു ജോർജ് സാമൻ അല്ല ദൈവം He does നോക്കുന്നത്. not see a Thomas George. തോമസ് ജോർജിനെ അല്ല ദൈവം He കാണുന്നത്. sees the blood of his son upon all of us. ആമേൻ. അവന്റെ പുത്രന്റെ രക്തം നമ്മുടെ മേലെല്ലാം പിതാവ് കാണുമോ? He sees the righteousness of his own son upon each one of you. ഓ തന്റെ ഏകവചനനായ പുത്രന്റെ നീതി നമ്മൾ എല്ലാവരിലും പിതാവ് കാണുമോ? I pray God will fill you with this revelation. ഈ വെളിപ്പാടിനാൽ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെന്ന് If പ്രാർത്ഥിക്കുന്നു. you don't have that revelation, If you don't have the revelation, ഈ വെളിപ്പാടില്ലെങ്കിൽ it's very difficult to build. ആരെ പണിയാൻ ബുദ്ധിമുട്ടാ. The Bible says, ദൈവവചനം പറയുന്നു, where there is no revelation, വെളിപ്പാടില്ലാത്തടത്ത് the people perish. ജനം നശിക്കുന്നു. Are you with me, people of God? ഹല്ലേലൂയ. How many people have some revelation today? എത്ര പേർക്ക് എന്തെങ്കിലും വെളിപ്പാടുണ്ട്? You are righteous by the blood of Jesus. നിങ്ങൾ കുഞ്ഞാടിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ദൈവമക്കളാ. If you have any doubt about it, come back and we'll talk about it. സംശയം ഉണ്ടെങ്കിൽ മടങ്ങി വാ, സംസാരിക്കാം. Talk to me personally, I'll explain to you. വ്യക്തിപരമായ ഒരു സംസാരം ഞാൻ വിശദമാക്കാം. That is a revelation for you. അത് നിങ്ങൾക്കൊരു വെളിപ്പാടാ. Here is another revelation for you. വേറൊരു വെളിപ്പാട്. How many sons of God are here? എത്ര ദൈവ മക്കൾ ഇവിടെയുണ്ട്? ഹല്ലേലൂയ. Did you know that you are sons of God? നിങ്ങൾക്ക് അറിയാമോ ദൈവത്തിന്റെ മക്കളാണ് നിങ്ങൾ? Are you better than Elijah and Moses? നിങ്ങൾ മോശേക്കാൾ ഏലിയാവിനേക്കാൾ ശ്രേഷ്ഠന്മാരാണെന്ന് അറിയാമോ? സ്തോത്രം. Are you sure? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? Are you sure? ഉറപ്പുണ്ടോ? About 2 months ago, 2 മാസം മുമ്പ് the Lord allowed us to preach about John the Baptist. യോഹന്നാനെ പറ്റി നാം പ്രസംഗിക്കാൻ അവസരം തന്നു. The Bible, Jesus himself said, യേശു തന്നെ പറഞ്ഞു, of
people born for women, John the Baptist is the greatest. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനില്ല. But now listen to me. ശ്രദ്ധിക്കുക. These are the words of Jesus. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, The least in the kingdom of God is greater than John the Baptist. ആമേൻ. എന്നാൽ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനാണ്. Are you with me, people of God? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Are you understanding my language? എന്റെ ഭാഷ It's മനസ്സിലാകുന്നുണ്ടോ? a language of love and authority. അധികാരത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷ. Jesus, who I serve, ഞാൻ സേവിക്കുന്ന യേശു, he said, യേശു നേരിട്ട് പറഞ്ഞു, you are greater than John the Baptist. നിങ്ങൾ യോഹന്നാൻ സ്നാപകനേക്കാൾ ശ്രേഷ്ഠനാണ്. John the Baptist may not have been a son, he was a prophet. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകൻ ദൈവത്തിന്റെ മകനായിരുന്നില്ല, ഒരു പ്രവാചകനായിരുന്നു. But we are sons. നമ്മൾ മക്കളാണ്. Hallelujah. ആമേൻ. Galatians 4:4, ഗലാത്യർ John 4:4. 1:12. I preached from that at least hundreds of times. But is the revelation in your heart yet? എന്നാൽ പലപ്പോഴും നമ്മൾ മക്കളാണെന്നുള്ള കാര്യം പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. എന്നാൽ ആ വെളിപ്പാട് നിങ്ങളുടെ ഹൃദയത്തിൽ കത്തുന്നുണ്ടോ? I'm going to tell you a small secret. ഞാനൊരു രഹസ്യം പറയാം. If you know that you're a son, നിങ്ങളൊരു മകനാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, whatever problem you go through, നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കൂടെ പോയാലും you know there is victory. നിങ്ങൾക്ക് അറിയാം, ഉറപ്പായിട്ട് അറിയാം, എനിക്ക് ജയമുണ്ട്. Because my elder brother already has won. കാരണം എന്റെ മൂത്ത സഹോദരൻ ജയിച്ചു കഴിഞ്ഞു. He was also a son. താനും ഒരു മകനായിരുന്നു. I am also a son. ഞാനും ഒരു മകനാ. I am going the way of my elder brother. ഞാൻ എന്റെ മൂത്ത സഹോദരന്റെ വഴി പോവുകയാണ്. His name is Jesus. യേശുവിന്റെ വഴിയെ പോവുകയാണ്. How many brothers and sisters of Jesus are here? യേശുവിന്റെ എത്ര സഹോദരന്മാരുടെ ഉണ്ട്? Romans 8:29 says. റോമർ 8:24-29 പറയുന്നു. Want to take him for me? Romans 8:28 and 29. ഹല്ലേലൂയ. Romans 8:28 and 29. Hallelujah. I'm going to explain to you that we are brothers of Jesus. നമ്മൾ യേശുവിന്റെ സഹോദരന്മാരാണെന്ന് ഞാൻ തെളിയിക്കാൻ പോവാ. Hallelujah. ഹല്ലേലൂയ. And we're going to pray. We're going to stop early today. ആമേൻ. പ്രാർത്ഥിച്ച് പെട്ടെന്ന് നിർത്താൻ പോവുകയാണ്. Because we want to stop early today. നേരത്തെ നിർത്തണമെന്ന് ആഗ്രഹിക്കുക. We serve a mighty God. വലിയ ദൈവത്തെ നമ്മൾ സേവിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Thank you. Hallelujah. Romans 8:28 says. ആമേൻ. റോമർ 8:28 പറയുന്നു. And we know that all things work together for good to them that love God, to them who are the called according to his purpose. Now read this. ആമേൻ. അടുത്ത വാക്യം 29 വായിച്ചു. He did foreknow, he also did predestinate to be conformed to the image of his son, that he, Jesus, might be the firstborn among many brothers. സ്തോത്രം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ തന്റെ മുഖാന്തരം അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിനെ മുൻ നിയമിച്ചിരിക്കുന്നു. Are you understanding this? നിങ്ങൾക്ക് മനസ്സിലായോ? Jesus is our elder brother. യേശുവാണ് നമ്മുടെ മൂത്ത സഹോദരൻ. We are being conformed into the image of Jesus. യേശുവിന്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപരാകുക. This is a revelation. ഇതൊരു വെളിപ്പാടാ. Shall I tell you something? ഒരു കാര്യം കൂടെ പറയട്ടെ. How many people are here who are greater than Elijah? ഏലിയാവിനേക്കാൾ ശ്രേഷ്ഠന്മാരായ എത്ര പേരുണ്ട്? Some time ago, a nice person prayed for me. കഴിഞ്ഞ ഒരു സമയം ഒരു നല്ല വ്യക്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. Lord, give Pastor Shiju a double portion of Elisha. ഏലിയാവിന്റെ ഒരു ഇരട്ടിപ്പങ്ക് അഭിഷേകം ഈ പാസ്റ്റർ ഷിജുവിന് കൊടുക്കണമേ. പൊന്നു സഹോദരി, എനിക്ക് നിന്റെ ഏലിയാവിന്റെ ഇരട്ടിപ്പങ്കൊന്നും വേണ്ട. ഏലിയാവിനെ സൃഷ്ടിച്ചവൻ എന്റെ ഹൃദയത്തിൽ. Amen. My dear sister, I do not want a double portion of Elijah, but the one who created this Elijah is living in me. Hello. Amen. That's a revelation, brother. അതൊരു വെളിപ്പാടാ. അതുകൊണ്ടായി നിൽക്കുന്നത് കേട്ടോ. That's why I'm standing here. അപ്പച്ചനും അമ്മച്ചിയുടെ പ്രാർത്ഥന കൊണ്ടൊന്നുമല്ല. Not because of the prayers of my parents. ആരും സ്നേഹിക്കുന്നുണ്ടൊന്നുമല്ല. Not because of somebody love me. വിളിച്ചവൻ വിശ്വസ്തനാണ് തന്റെ ഉള്ളിലുള്ളതുകൊണ്ട്. The one who called me is faithful. I am sure about it. It is because he has told me I will never leave you nor forsake you. കാരണം അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. How many of you want to become a Peter? എത്ര പേർക്ക് നിങ്ങൾക്ക് ഒരു പാറയാകണം, പത്രോസാകണം? നിൽക്കുകയാണ്, ഉറച്ചു നിൽക്കണം. If you stand, you stand straight. There are no half-heartedness in the kingdom of God. Oh, hallelujah. പകുതി പരിപാടി ദൈവരാജ്യത്തിലില്ല. My Jesus needs 12 people even in this generation to shake the world. ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ 12 പേരെ യേശുവിന് ആവശ്യമുണ്ടായിരുന്നു ഈ തലമുറയിൽ. Hallelujah. ആമേൻ. How many people want to be part of that? എത്ര പേർക്ക് അതിന്റെ ഭാഗമാകണം? I want to be, yes. എനിക്ക് അതിന്റെ ഭാഗമാകണം. You should tell the Lord today. കർത്താവിനോട് നമ്മൾ നേരിട്ട് പറയണം. Lord, if I am with you, I am with you through and through. കർത്താവേ, ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അന്ത്യം വരെ നിന്നോട് കൂടെ നിൽക്കും. There are no Marthoma Pentecostals. മർത്തമ പെന്തക്കോസ്തിന് ഒരു കൂട്ടമില്ല. There are no Jacobite Pentecostals. യാക്കോബ പെന്തക്കോസ്തിന് ഒരു There കൂട്ടമില്ല. are no traditional Pentecostals. ട്രഡീഷണൽ പെന്തക്കോസ്തിന് ഒരു കൂട്ടമില്ല. There is no golden Pentecostal. ഗോൾഡൻ പെന്തക്കോസ്തിന് ഒരു കൂട്ടമില്ല. There is no without gold Pentecostal. സ്വർണ്ണമില്ലാത്ത പെന്തക്കോസ്തിന് ഒരു There is കൂട്ടമില്ല. only the Son of God with the power of Almighty God upon his life. സർവശക്തനായ ദൈവത്തിന്റെ ശക്തി വഹിക്കുന്ന തന്റെ മക്കളാകുന്ന ഒരു കൂട്ടമുണ്ട്. അത് മാത്രമേ നിലനിൽക്കൂ. Hallelujah. ആമേൻ. Hallelujah. Hallelujah. Because we have been
founded on the rock, that is Jesus. He is the cornerstone. ആമേൻ. യേശു കർത്താവ് എന്ന പാറമേൽ നമ്മൾ സ്ഥാപിക്കപ്പെട്ടു. അവനാണ് മൂലക്കല്ലായിരിക്കുന്ന പാറ. If this is your calling, ഇതാണ് നിങ്ങളുടെ വിളിയെങ്കിൽ, if you think you're accountable to God, നിങ്ങൾ ദൈവത്തിന് ഉത്തരവാദി എന്ന് if the വിശ്വസിക്കുന്നെങ്കിൽ, Holy Spirit is leading you to take a step today, പരിശുദ്ധാത്മാവ് നിങ്ങളെ മുന്നോട്ട് ഒരു ചുവട് നയിക്കുന്നെങ്കിൽ, I want you to stand up in your presence. നിങ്ങളുടെ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കണം. Tell the Lord like this: കർത്താവിനോട് ഇങ്ങനെ പറയണം, no matter what the cost is, കർത്താവേ, എന്താണ് വിലയെങ്കിലും I am ready to pay the price. ഞാൻ അത് കൊടുക്കാൻ, വില കൊടുക്കാൻ ഒരുക്കമാണ്. I decided to follow Jesus. ഞാൻ യേശുവിനെ പിൻപറ്റാൻ തീരുമാനിക്കുന്നു. I am not there for half programs and quarter programs. I am with you through and through. ആമേൻ. പകുതി വഴിയല്ല, കാൽഭാഗം വഴിയല്ല, അന്ത്യത്തോളം ഞാൻ നിന്നോട് കൂടെ നിൽക്കാൻ ഏൽപ്പിച്ചു തരുവാ കർത്താവേ. My brothers and sisters, there are millions of people going to hell every day. എന്റെ സഹോദരി സഹോദരന്മാരെ, ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ജനങ്ങളെ നരകത്തിൽ പോവാം. Who will go? ആര് പോകും? Who will go and talk to them about the love of Jesus? യേശുവിന്റെ സ്നേഹം അവരോട് ആര് പങ്കുവയ്ക്കും? As somebody said this morning, ഒരാൾ പറഞ്ഞതുപോലെ, ഇതിനകത്തിരുന്ന കമ്മിറ്റി കളിക്കാനൊന്നും നമുക്ക് ആളെ വേണ്ട. സ്വത്രം. We don't want anybody to sit inside and play committee. You can throw your committee culture outside the window. We want people to be equipped and go out and preach the word of God. hallelujah, we are not here to play the committee, but we are here to be equipped and go out and reach people and save them from the pit of the hell. Hallelujah. If you want to make a choice today, Lord Jesus, ഒരു തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, with whatever little knowledge I have, എനിക്ക് അല്പം അറിവേ ഉള്ളെങ്കിലും, whatever little idea I have, എനിക്ക് ചെറിയ ആശയമേ ഉള്ളെങ്കിലും, I am with you. ഞാൻ അങ്ങയുടെ കൂടെ നിൽക്കും. I don't have a doctorate like Paul. പൗലോസിനെ പോലെ എനിക്കൊരു ഡോക്ടറേറ്റ് I ഇല്ല. am a weak person. ഞാനൊരു ബലഹീനനാ. I have mistakes. എനിക്ക് അബദ്ധമുണ്ട്. I am being made a fool in front of people. അനേകം മുമ്പ് ഞാൻ വിഡ്ഢിയായി. My family is being made a fool in front of people. എന്റെ കുടുംബം അവഹേളിക്കപ്പെട്ടു. But I am with you, Jesus. എങ്കിൽ യേശുവേ, ഞാൻ അങ്ങയുടെ കൂടെ നിൽക്കും. If you are there, I want you to stand up in the presence of God. അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം ദൈവസന്നിധിയിൽ. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back. No turning back. No turning back. The world may leave me, still I will follow. The world may leave me, still I will follow. The world may leave me, still I will follow. No turning back, no turning back, no turning back, no turning back.
I'm glad some of you received something today. ഇന്ന് നിങ്ങൾ ചില സ്വീകരിച്ചതിനാൽ ദൈവത്തിന് നന്ദി പറയുക. Can you lift your hands, those who received something? കർത്താവിൽ ചില പ്രാപിച്ചവർ നന്ദി പറയുമോ? Hallelujah. Thank you, Jesus. We're going to pray. പ്രാർത്ഥിക്കാം. I'm going to ask both the pastors to pray a small prayer, and then I'm going to say the benediction. ഹല്ലേലൂയ. രണ്ട് പാസ്റ്റർമാർ ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ച ശേഷം ഞാൻ അവസാനത്തെ പ്രാർത്ഥന അവസാനിപ്പിക്കും. ഒരുങ്ങുക. ഹല്ലേലൂയ. കർത്താവേ നന്ദി. ഹല്ലേലൂയ. Thank you, Pastor Lord. കർത്താവേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആരാധിപ്പാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും നീ നിൻ്റെ വചനത്തിൽ കൂടെ ഞങ്ങളെ ശുശ്രൂഷിച്ച അവിടുത്തെ വലിയ കൃപയ്ക്കായി സ്തോത്രം. നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിരുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിൽ നീ ഉള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നിൻ്റെ വചനം ഞങ്ങളെ ഉറപ്പിക്കുന്നതാണ്, ഞങ്ങളെ ബലപ്പെടുത്തുന്നതാണ്. കർത്താവെ, നീ അവിടുന്ന് പത്രോസിനോട് പറഞ്ഞു, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. അത് നിൻ്റെ വചനമാണ് കർത്താവേ. അത് വചനം മാത്രമല്ല, അത് വ്യക്തിപരമായ ജീവിതത്തിലെ നീ അവിടുന്ന് വെളിപ്പെടുത്തുന്നതാകിയാൽ കർത്താവെ, ഇന്ന് പൽക്കാലം ഞങ്ങളെ ഓരോരുത്തരെയും അതേമാതിരി നീ ആക്കി തീർക്കുവാൻ മനസ്സ് വെച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ശിമോനായിരുന്നവനെ പത്രോസാക്കി മാറ്റിയ നിൻ്റെ വലിയ കൃപ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, സഭയിലുള്ള ഓരോ വ്യക്തി ജീവിതങ്ങളിലും കർത്താവെ കടന്നു വരുന്ന നിമിഷം മുതൽ എല്ലാ സമയവും ഞങ്ങളിൽ അത് വ്യാപരിക്കണം. ഓരോ നിമിഷം കർത്താവെ, ഇവിടെ വന്ന് ആരാധിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അത് ഒഴിഞ്ഞു പോകുന്നതായിട്ടല്ല കർത്താവെ, അത് ഞങ്ങളിൽ നിലനിന്ന് ഫലം കായ്ക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ വീണ്ടും തിരുങ്ങളെ കേൾപ്പിക്കുന്നു. നീ അവിടുന്ന് മഹത്വപ്പെടുത്തിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ. തുടർന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ബലപ്പെടുത്തിക്കാട്ടെ. എല്ലാ കൃപകളാലും ഞങ്ങളെ നിറച്ചാട്ടെ. മഹത്വം അവിടത്തേക്ക് തരുന്നു, യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. Heavenly Father, we thank you for this wonderful time. We thank you. We have nothing to say but only that you are our good God. You started a good work in us. You will complete it until the day of Jesus. Lord, thank you for the word. Thank you for the revelation. Help us to be strong in the revelation. Because we receive the revelation, we are blessed people. Let us have that assurance that we are blessed. Let us that thought fill in our mind, body and soul, in our heart. Let us be convinced that when we bind things in the earth, it will be bound in heaven also. Whatever we say, with faith, with boldness, God is going to stand with that, and you are going to make it possible, Lord. You are going to work on it. Thank you for the word. Help us to walk and stand in the revelations. Whatever revelations we have, Lord, help us to hold on to that revelations. Don't let us be shaky people. Let us be standing on that solid foundation. Amen. As we also are as the solid rocks, like Peter, Lord. Peter is not only rock. He was the rock of that generation, and you have ordained us to be rock of this generation. Amen. Today, let that understanding and the revelation come in our heart, and let us also know, and let us also be transformed that we are also living stones. We have been called to be walked with, or called to be, or builded with the solid rock, Jesus. Lord, send us with assurance. Help us to be useful and make us instruments of your glory wherever we are. Thank you very much, Lord. And we bless the man of God. Thank you for the word he delivered. You helped him to give the word, and we all receive that word. And we take our responsibility. And we once again heard about accountability. Lord, we want the peoples who are accountable to God. Amen. We are not just a social club. We are not a club. We are not a Christian club. We are not a church club. We belong to Almighty God. We are a special people. We are a special church. Thank you, Lord, for once again reminding us that what we are in you, what is your plans about us, how much you love us. All these things, even today you reminded us. We thank you and we receive it. And we are what you say. In the name of Jesus, we receive all the great blessings and promises one more time. And we are going to walk in victory. And you are going to be with us, and you are going to establish your word wherever we are going. And you are going to establish by the word by signs and wonders. And you are going to prove that you are the living God. The one who promised is the true God. Thank you, Father. Thank you, Father. Thank you, Father. In everything, help us to be more productive and more fruitful for your joy. Thank you, Father. In the name of Jesus we pray.
Amen. Amen. Our precious Father, we thank you for your love. Thank you for transforming us every day. Thank you, Lord. Thank you for the word that we received today. Thank you, Lord. Bless the people now. As they go, Lord Jesus, into the world, I pray that your power will be with them. Your strength and your presence will be with them. Let them have revelations of who you are, Lord Jesus. Let them become victors. We love you and we praise you. In Jesus' name we pray. The people of God said, have a blessed, victorious week. Go and conquer in Jesus' name.